ശ്രീ ഗുരുഭ്യോ നമഃ. ദീപാവലി, ദീപമാപാലിക, ദീവാലി, ദീപമാല എന്നൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ദീപാവലി സംബന്ധിച്ച ശാസ്ത്രീയമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, ദീപാവലി ദിവസങ്ങളിൽ എന്തൊക്കെയാണ് വ്രതങ്ങൾ ചെയ്യേണ്ടത്, ഈ വ്രതങ്ങളെക്കുറിച്ചും ദീപാവലിയുടെ മഹാത്മ്യത്തെക്കുറിച്ചുമൊക്കെ ശാസ്ത്രങ്ങളിൽ, പുരാണങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ധാർമ്മിക ആചരണങ്ങൾ, അനുഷ്ഠാനങ്ങളെ വർണ്ണിക്കുന്ന ശാസ്ത്രങ്ങളിലുമൊക്കെ എന്താണ് ശരിക്ക് പറഞ്ഞിരിക്കുന്നത് അതൊന്ന് പരിചയപ്പെടുത്തുകയാണ്. കാരണം ഈ ദിവസങ്ങളിൽ പ്രധാനമായിട്ട് നമുക്ക് ഇന്ന് നടപ്പുള്ളത്, ആ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ദീപാവലി ദിവസം മാത്രമാണ് ആഘോഷിക്കുന്നത്. അന്ന് പടക്കം പൊട്ടിക്കുക, പിന്നെ എന്തെങ്കിലും ചെറിയ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കുക, പിന്നെ ദീപാവലിക്ക് ദീപം കൊളുത്തുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നടപ്പുള്ളത്. പക്ഷേ ഇതിൽ ആധ്യാത്മികമായിട്ടും അതുപോലെ തന്നെ വ്രതസംബന്ധിയായിട്ടും അറിയേണ്ട ഒട്ടനേകം കാര്യങ്ങളുണ്ട്. അവയെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. അതിൽ ആദ്യം പറയേണ്ടത്, ഇപ്പോൾ ഞാൻ ഉച്ചരിച്ച ഈ ദീപാവലിയുടെ പേരുകളാണ്. ദീപ ആവലി എന്ന് പറയുമ്പോൾ തന്നെ ദീപങ്ങളുടെ കൂട്ടം എന്ന് തന്നെയാണ് അർത്ഥം. അത് പിന്നെ ദീപമാലിക എന്നും ദീപമാല എന്നും ചുരുങ്ങിയ രീതിയിൽ ദീവാളി എന്നുമായി മാറി. ദീപാവലി എന്ന് മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. ഇത് നമ്മുടെ ശകവർഷ മാസമനുസരിച്ച് ദക്ഷിണത്തിൽ നോക്കുമ്പോൾ, ദക്ഷിണ ഭാരതത്തിൽ നോക്കുമ്പോൾ ആശ്വിന മാസത്തിലാണ് വരുന്നത്. എന്നാൽ ഉത്തര ഭാരതത്തിൽ അത് കാർത്തിക മാസത്തിലാണ്. അതിന് കാരണം രണ്ടും ചന്ദ്രമാസങ്ങളാണ്, പക്ഷേ ഒരു 15 ദിവസത്തിൻ്റെ വ്യത്യാസം വരും. ഈ 15 ദിവസത്തിൻ്റെ വ്യത്യാസം ചന്ദ്രമാസം തുടങ്ങുന്ന, ചന്ദ്രമാസം ഗണിക്കുന്ന ദിവസം നോക്കിയിട്ടാണ്. അപ്പോൾ അമാവാസ്യ മുതൽ പുതിയ മാസം തുടങ്ങുന്നതായിട്ട് കണക്ക് കൂട്ടുന്ന രീതിയാണ് ദക്ഷിണ ഭാരതത്തിലുള്ളത്. അതുകൊണ്ട് നമ്മളുടെ കലണ്ടറുകളിലും പഞ്ചാംഗങ്ങളിലുമൊക്കെ ഈ ദിവസങ്ങളിപ്പോൾ ആശ്വിന മാസം തന്നെയാണ് നടക്കുന്നത്. എന്നാൽ ഉത്തര ഭാരതത്തിൽ പൂർണിമ തുടങ്ങിയാണ് മാസം തുടങ്ങുക. അതായത് പൂർണിമ തുടങ്ങി അടുത്ത ദിവസം തുടങ്ങി മാസം തുടങ്ങുന്നു, പുതിയ മാസം തുടങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കാർത്തിക മാസത്തിൻ്റെ സമയമായി നടക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഈ വ്യത്യാസം രണ്ടും ശാസ്ത്രീയവുമാണ്. കാരണം ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും മറ്റ് ഗ്രന്ഥങ്ങളിലുമൊക്കെ തന്നെ ഈ രണ്ട് രീതിയിലും കണക്കാക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ പറഞ്ഞു വച്ചത്, കാരണം നമ്മൾ ഇപ്പോൾ ഇവിടെ ഉച്ചരിക്കാൻ പോകുന്ന ശ്ലോകങ്ങളിൽ ഈ രണ്ട് പക്ഷവും വരുന്ന ശ്ലോകങ്ങളുണ്ടാകും. അപ്പോൾ അത് സംശയം തോന്നണ്ട എന്ന് വിചാരിച്ച് ആദ്യം തന്നെ അത് വ്യക്തമാക്കി. അപ്പോൾ ദീപപാലികയ്ക്ക് സുഖരാത്രി എന്നും പേരുണ്ട്, യക്ഷരാത്രി എന്നും പേരുണ്ട്, സുഖസുപ്തിക എന്നും പേരുണ്ട്, കൗമുദി ഉത്സവം, അതുപോലെ ഈ ദീപാവലി എന്ന് പേര് പറയുന്നതുണ്ട്. അപ്പോൾ ഭവിഷ്യപുരാണത്തിൽ 140-ാം അധ്യായത്തിലാണ് ഇത് സംബന്ധിച്ച് വിസ്തരിച്ച വർണ്ണനയുള്ളത്. അതുപോലെ രാജമാർത്താണ്ഡം, കാലവിവേകം, അതുപോലെ തന്നെ വ്രതപ്രകാശം, ഹേമാദ്രി, നിർണയസിന്ധു, ധർമ്മസിന്ധു, കാലതത്വവിവേകം, നാരദ സംഹിത തുടങ്ങിയ
അനേകം ഗ്രന്ഥങ്ങളിൽ, തന്ത്രഗ്രന്ഥങ്ങളിലുമുണ്ട് ഇത് സംബന്ധിച്ച വിവരണങ്ങൾ കിട്ടുന്നുണ്ട്. അത് ശരിക്കു പറഞ്ഞാൽ ഈ ദീപാവലിയുമായിട്ടുള്ള ഒരു ആഘോഷത്തെക്കുറിച്ച് പറയുമ്പോൾ 5 ദിന ആഘോഷങ്ങളാണുള്ളത്. അപ്പം ഞാനിവിടെ ഈ 5 ദിവസങ്ങളിലും വരുന്ന അനുഷ്ഠാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. അതിൻ്റെ ഒരു ചുരുക്കം രൂപം. 5 ദിവസങ്ങളെ അതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഈ അമാവാസ്യയ്ക്ക് മുമ്പുള്ള, അതായത് ദീപാവലി പറയുന്നത് പ്രദോഷം സമയത്ത്, അതായത് സന്ധ്യാസമയത്ത് അമാവാസ്യ തിഥി ഉള്ള ദിവസമാണ് ദീപാവലിയായിട്ട് ആഘോഷിക്കേണ്ടത്. ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ, അതിന് മുമ്പ് നമുക്കറിയാം ചതുർദശിയുണ്ട്. അതിന് മുൻപത്തെ ദിവസം ത്രയോദശിയാണ്. അപ്പോൾ ത്രയോദശി, ചതുർദശി, അമാവാസ്യ. പിന്നെ അമാവാസ്യ കഴിഞ്ഞ് അടുത്ത ദിവസത്തിന് നമ്മൾ പ്രതിപദ എന്ന് പറയും. അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം ദ്വിതീയ. അപ്പോൾ ഇത്രയും ദിവസങ്ങളാണ്: ത്രയോദശി, ചതുർദശി, അമാവാസ്യ, പ്രതിപദം, ദ്വിതീയ. ഈ 5 ദിവസങ്ങൾ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ നവരാത്രി പോലെ തന്നെ ശരിക്കും പരിപാലിക്കേണ്ട, ആചരിക്കേണ്ട ദിവസങ്ങളാണ്. വളരെ അദ്ഭുതമായിട്ടുള്ള ഫലങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ സാമൂഹികമായിട്ടും നമ്മളെ കുടുംബപരമായിട്ടുമുള്ള ചില ചിട്ടകളും അല്ലെങ്കിൽ ചില ബന്ധങ്ങൾക്കുണ്ടാവുന്ന ഗുണങ്ങളുമൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യം ഈ 5 ദിവസങ്ങളുടെ ഒരു ചുരുക്കം പരിചയപ്പെടുത്തൽ പറയാം. എന്നിട്ട് ഓരോ ദിവസത്തെയും അനുഷ്ഠാനത്തിൻ്റെ വിസ്താരവും കാണാം. ആദ്യത്തെ ത്രയോദശി ദിവസമാണ്. ഈ ത്രയോദശി ദിവസത്തെ ധന് തേരസ് എന്നാണ് പറയുന്നത്. തേരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രയോദശി എന്നർത്ഥം. അപ്പോൾ ധനത്രയോദശി എന്നും, അന്നത്തെ ദിവസം കുബേര പൂജ ചെയ്യുന്നുണ്ട്. അതുപോലെ അന്നത്തെ ദിവസം ഈ ത്രയോദശിക്ക് തന്നെയാണ് ധന്വന്തരി ജയന്തിയും വരുന്നത്. അത് വളരെ വിശേഷമാണ്. കേരളത്തിലൊക്കെ ധന്വന്തരി പൂജ ചെയ്യുന്നത് ഈ ദിവസമാണ്. അതുപോലെ നമ്മുടെ ഭാരത രാജ്യത്തിൽ ധന്വന്തരി ഡേ ആയിട്ട്, ആയുർവേദ ഡേ ആയിട്ട് അത് അനുഷ്ഠിക്കുന്നുമുണ്ട്. ഈ കഴിഞ്ഞ കാലങ്ങൾ തൊട്ട് അതങ്ങനെ എല്ലാ ആയുർവേദ ശാലകളിലും, എല്ലാ ആയുർവേദ വൈദ്യശാലകളിലുമൊക്കെ അങ്ങനെ അനുഷ്ഠിക്കാനായിട്ടുള്ള ഒരു വ്യവസ്ഥ വച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വിശേഷമാണ്, ആയുർവേദ ദിനമായിട്ട് ആചരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വിവരണം ഞാൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ത്രയോദശിക്ക് ധനുതേരസ്, അന്ന് കുബേര പൂജ, ധന്വന്തരി ജയന്തി, ആയുർവേദ ദിനം. രണ്ടാമത്തെ ദിവസം ചതുർദശിയാണ്. അപ്പോൾ ഇതെല്ലാം ഭവിഷ്യോത്തര പുരാണത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അതാണ് അതിൻ്റെ ഒരു ബേസ്. ഈ രണ്ടാമത്തെ ദിനം ചതുർദശിക്ക് നരക ചതുർദശി, അന്ന് യമരാജ പൂജയുണ്ട്. നരകാസുരവധം നമ്മൾ വിഷ്ണു പുരാണം അനുസരിച്ചും ഭാഗവത പുരാണം അനുസരിച്ചുമൊക്കെ അറിയാം. നരകാസുരനെ വധിച്ച ദിവസം. ഈ ദിവസത്തിൽ ഇവിടെ ഉത്തരഭാരതത്തിൽ ചോട്ടി ദീപാവലി എന്ന് പറയും. എന്നുവെച്ചാൽ ചെറിയ ദീപാവലി എന്നർത്ഥം. അന്ന് ദീപദാനമാകുന്ന കർമ്മമുണ്ട്. അതുപോലെ വ്രതരത്നാകരമനുസരിച്ച് ഹനുമത് ജയന്തി ഉത്സവവും ഇന്നാണ് നടത്തുന്നത്. അതിന് വേണ്ട പ്രമാണങ്ങളുണ്ട്. അപ്പോൾ ഹനുമത് ജയന്തി 2 പക്ഷത്ത് നടക്കുന്നുണ്ട്. ചൈത്രമാസത്തിലും ഉണ്ട്, അതുപോലെ ഈ പറയുന്ന ആശ്വിന മാസത്തിലും ഉണ്ട്. പിന്നെ മൂന്നാമത്തെ ദിവസം വരുന്നത് അമാവാസ്യ, അതായത് മുഖ്യമായിട്ടുള്ള ദീപാവലി ദിവസം. അന്ന് ലക്ഷ്മി പൂജ വളരെ പ്രധാനമാണ്. ശരിക്ക് ഈ ദീപാവലി എന്ന് പറയുന്നത് ലക്ഷ്മിയായിട്ട് ബന്ധപ്പെട്ട ഒരു പൂജാവിധാനമായിട്ടാണ് പുരാണങ്ങളെല്ലാം വർണ്ണിക്കുന്നത്. ഇപ്പോൾ ലക്ഷ്മി പൂജ, അന്ന് കുബേര പൂജയുണ്ട്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ദീപാവലിയുടെ മുഖ്യമായിട്ടുള്ള ദീപമാല കത്തിക്കൽ, അതുപോലെ തന്നെ കൗമുദി മഹോത്സവം എന്ന് പറഞ്ഞ് നടക്കുന്നത്, അതിനെ കൗമുദി മഹോത്സവം എന്ന് പറയും. ഇതെല്ലാം ഇന്നത്തെ ദിവസമാണ്. ഇതിൻ്റെ എല്ലാം വിശദമായ പരിചയം തുടർന്ന് പറയുന്നുണ്ട്. പിന്നെ 4-ാമത്തെ ദിവസം ശുക്ലപക്ഷ പ്രതിപദം.
അതായത് നമ്മുടെ രീതിയിൽ പറയുമ്പോൾ കാർത്തിക ശുക്ലപക്ഷ പ്രതിപദം ആവും. ആ പ്രതിപദ ദിവസം ബലിപ്രതിപദ എന്ന് പറയാം. അപ്പോൾ ഈ ബലിയെ നമുക്ക് നന്നായിട്ടറിയാം, മഹാബലി തന്നെയാണ്, നമ്മുടെ ഓണക്കാലത്ത് വരുന്ന മഹാബലി തന്നെയാണ്. മഹാബലിയുടെ പൂജ ഈ സമയത്താണ് ശരിക്കും വിധിവത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മഹാബലി പൂജ അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ വീരപ്രതിപദ എന്നും പറയുന്നു, പിന്നെ ദ്യൂതപ്രതിപദ എന്ന് പറയുന്നു. അപ്പോൾ ബലിപൂജയും ഗോവർദ്ധന പൂജയും മാർഗപാലി എന്ന് പറയുന്ന കർമ്മം, പിന്നെ വഷ്ടികാകർഷണം, വഷ്ടിക എന്ന് പറഞ്ഞാൽ കയറ്, നമ്മളവിടെ കയറ് വലിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, വടംവലി എന്ന് പറയുന്ന അത്, അന്നകൂടം, അന്നം നിർമ്മിച്ച് സുഭിക്ഷമായിട്ടുള്ള അന്നങ്ങൾ പല വെറൈറ്റികൾ നിർമ്മിച്ച് അത് പൂജിക്കുക, മംഗളമാലിക തുടർന്ന കർമ്മങ്ങളെല്ലാം ഈ ദിവസമാണ് നടക്കുക. ശുക്ലപ്രതിപദ കഴിഞ്ഞ്, അതായത് ദീപാവലിയുടെ അടുത്ത ദിവസം. അപ്പോൾ പത്മപുരാണവും വാമനപുരാണവും ഭവിഷ്യോത്തര പുരാണവും ആദിത്യപുരാണവും ധർമ്മസിന്ധുവും ഒക്കെ ഇതിന് പ്രമാണമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ വിശിഷ്ടമായിട്ടുള്ള ശുക്ലപക്ഷ ദ്വിതീയ ദിവസം വരും. ഈ ദ്വിതീയ ദിവസത്തെ ഭ്രാതൃദ്വിതീയ എന്ന് പറയാം. ഹിന്ദിയിൽ ഉത്തര ഭാരതത്തിൽ ഭയ്യാദൂജ് എന്ന് പറയും. ഭയ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരൻ, ദ്വിജ് എന്ന് പറഞ്ഞാൽ ദ്വിതീയ. ഇപ്പം ഭയ്യാദ്യൂജ് എന്ന് പറയും, യമദ്വിതീയ എന്ന് പറയും. ഇന്നത്തെ ആ ദിവസത്ത് ഇവിടെ വിശേഷമായിട്ടുള്ളത് സഹോദരിമാരുടെ അടുത്ത് പോയി, സഹോദരന്മാർ അവർ സഹോദരിമാരുടെ അടുത്ത് പോയി അന്നത്തെ ദിവസം അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ആനന്ദമായിട്ട് അവിടെ ഭക്ഷണം കഴിക്കുകയും, അതുപോലെ സഹോദരന്മാരെ ആദരിക്കുന്ന വസ്ത്രവും പുഷ്പവും ഒക്കെ കൊടുത്ത് ആദരിക്കുന്ന ഒരു വിധിയാണ് അവിടെ ഉള്ളത്. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. അപ്പോൾ യമരാജാവും യമുനയുമായിട്ടുള്ള കഥയാണ് അതിന് പിന്നിലുള്ളത്. അതൊക്കെ തുടർന്ന് പറയുന്നുണ്ട്. ധനത്രയോദശി വ്രത വിധാനം. ധനത്രയോദശിക്ക് ധൻതേരസ് എന്നാണ് ഹിന്ദിയിൽ പറയുക എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ അന്നത്തെ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പൂർവ്വ ദിവസം ദ്വാദശിക്ക് എന്ന് വയ്ക്കുക. അന്നത്തെ ദിവസം വളരെ വിശേഷമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് വീട് സ്ഥലങ്ങളെല്ലാം പൂർണ്ണമായിട്ടും വൃത്തിയാക്കുക, എല്ലാ റൂമുകളും അടിച്ചു വാരുക, പഴയ തുണികൾ അതൊക്കെ എടുത്തു മാറ്റുക, അങ്ങനെ ഗൃഹ ആങ്കണ മാർജനം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ പാചകപ്പുരയിലും അടുക്കളയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ടും എടുത്തു മാറ്റി ശുദ്ധമായിട്ടുള്ള എല്ലാ രീതിയിലും ശുദ്ധീകരിച്ച് പുണ്യാഹം ചെയ്യണമെങ്കിൽ പുണ്യാഹം തളിച്ച് പൂർണ്ണ ഒരു ശുദ്ധീകരണം ചെയ്യുക. അതാണ് ഈ ധനുതേരസിൻ്റെ തലേ ദിവസത്തെ കർമ്മം. അന്ന് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ, അതായത് ധനുതേരസിൻ്റെ അന്ന് രാവിലെ അത് ചെയ്യാമെന്നുമുണ്ട്. അപ്പോൾ അതെല്ലാം സമാർജനം ചെയ്യുക, പാത്രങ്ങൾ വസ്ത്രങ്ങൾ ഇതെല്ലാം ശുദ്ധീകരിക്കുക. അതോടൊപ്പം അന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ഈ പുതിയ സാധനങ്ങൾ വാങ്ങുന്നത്. ഇപ്പോൾ ഒന്ന് ശുദ്ധീകരണം, രണ്ടാമത്തത് പുതിയ പാത്രങ്ങൾ വാങ്ങുക, സ്വർണം വാങ്ങുക, വെള്ളി വാങ്ങുക, വസ്ത്രങ്ങൾ വാങ്ങുക, അതുപോലെ വാഹനങ്ങൾ വാങ്ങുക. ഇതൊക്കെ ശുഭമായിട്ട്, വളരെ ശുഭമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും ടി വിയിലോ ന്യൂസിലോ ഒക്കെ കേട്ടിട്ടുണ്ടാകും, ഉത്തര ഭാരതത്തിൽ ഈ ദിവസമാണ് ഒരു വർഷത്തെ ഏറ്റവും കൂടുതൽ വ്യാപാര വ്യവസായങ്ങൾ നടക്കുന്നത്, ഈ ധനുതേരസിന്. അന്നത്തെ ദിവസം നമ്മുടെയൊക്കെ നാട്ടിലെ ഓണക്കാലത്തൊക്കെ എങ്ങനെയാണോ മാർക്കറ്റുകൾ ബിസി ആവുക, ഓണത്തിൻ്റെ തലേ ദിവസവും 2 ദിവസം മുമ്പൊക്കെ എങ്ങനെയാണോ മാർക്കറ്റുകൾ നടക്കുന്നത്,
അതുപോലെ ഇവിടെ പ്രത്യേകമായിട്ടും ഈ പാത്രങ്ങൾ വാങ്ങുന്നതിനും സ്ഥിരമായിട്ടുള്ള ധനം എന്ന രീതിയിൽ സ്വർണം, വെള്ളി ഇതൊക്കെ വാങ്ങുന്നത് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. കാരണം അതെല്ലാം വൈകുന്നേരത്തെ പൂജയുടെ ഭാഗം കൂടിയാണ്. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്നു, അതെല്ലാം വീട്ടിൽ ഈ പാത്രങ്ങളിലൊക്കെ വാങ്ങുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഭാവത്തിൽ നമ്മൾ എന്തെങ്കിലും അന്നത്തെ ദിവസം ഒരു പാത്രം വാങ്ങുക, നമുക്ക് വേണമെന്നുള്ള എന്തെങ്കിലും ഒരു ഐറ്റം അന്ന് വാങ്ങാം, ഒരു നിമിത്തം എന്നുള്ള രീതിയിൽ അതൊരു ഭാവം കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് അതെല്ലാം പൂജാ റൂമിലോ അങ്ങനെ ശുദ്ധമായിട്ടുള്ള ഏതെങ്കിലും സ്ഥാനത്ത് അതെല്ലാം വൃത്തിയാക്കി വയ്ക്കുക. എന്നിട്ട് വൈകുന്നേരമാകുമ്പോഴാണ് അവിടെ പൂജ ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരം ലക്ഷ്മി പൂജ, അപ്പോൾ ലക്ഷ്മിയുടെ സ്തോത്രങ്ങൾ എന്തെങ്കിലും ചൊല്ലി ആ രീതിയിൽ പൂജ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങൾ, പുതിയതായിട്ട് വാങ്ങിയ സാധനങ്ങൾ അതിൽ പിന്നെ ചന്ദനവും ഒക്കെ തൊടിയിച്ച് പൂജിക്കുന്ന രീതിയിൽ ചന്ദനമൊക്കെ തൊടിയിച്ച് ഒരു 3 ഉപചാരങ്ങൾ, ധൂപവും ദീപവും ചന്ദനവും പുഷ്പവും ഒക്കെ അർപ്പിച്ച് അങ്ങനെ ഒരു പൂജ പോലെ അതിനെ സങ്കല്പിച്ച് ചെയ്യുന്നു. അപ്പോൾ അത് പൂജയായിട്ട് ചെയ്ത് പിന്നെ നമുക്കറിയാവുന്ന സ്തോത്രങ്ങൾ, ഇപ്പോൾ ലക്ഷ്മി സംബന്ധമായിട്ടുള്ള സ്തോത്രങ്ങൾ ചൊല്ലാമെങ്കിൽ ഇതെല്ലാം മുന്നിൽ വെച്ച് പൂജാ റൂമിൻ്റെ മുന്നിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നടുമുറിയിലായിരിക്കാം, അങ്ങനെ ഉള്ളൊരു ശുദ്ധമായ സ്ഥാനത്ത് തൽക്കാലം അത് വയ്ക്കുക. പിന്നീട് വേണമെങ്കിൽ സ്റ്റോറിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു സ്തവം ചെയ്യുക. അപ്പോൾ അത് വേറെ സ്തവങ്ങൾ അറിയില്ല എങ്കിൽ ലളിതാ സഹസ്രനാമം ചൊല്ലാം, ദേവിയുടെ അഷ്ടോത്തര നാമം ചൊല്ലാം. ലളിതാ സഹസ്രനാമത്തിലും ദേവിയുടെ എല്ലാ സ്വരൂപവും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിശേഷാൽ പ്രാർത്ഥന ചെയ്യാം. ഇതാണ് ധനുതേരസിൻ്റെ ഈ പറയുന്ന ഒരു പ്രത്യേക അനുഷ്ഠാനമെന്ന് നമുക്ക് പറയാൻ കഴിയുക. പിന്നെ അന്ന് തന്നെ ധന്വന്തരി പൂജയുണ്ട്. ഞാൻ പറഞ്ഞുവല്ലോ, ധന്വന്തരി മഹർഷിയുടെ, അതായത് ധന്വന്തരിയുടെ അവതാരം, ആ അവതാരം അമൃതകലശവുമായിട്ട് അവതരിക്കുന്ന ഭഗവാന്റെ അവതാരമാണ്, അംശാവതാരമാണ് ധന്വന്തരിയുടെ അവതാര ദിവസമാണ്. അപ്പം അന്ന് ധന്വന്തരിയുടെ പ്രതിമയുണ്ടെങ്കിൽ പ്രതിമ, അല്ലെങ്കിൽ നമ്മൾ ഭാവചിത്രം, അതായത് ചെറിയ ഫോട്ടോ പോലത്തെ കലണ്ടർ പോലത്തെ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ മണ്ണ് കൊണ്ടോ അല്ലെങ്കിൽ ചാണകം കൊണ്ടോ അല്ലെങ്കിൽ അരിപ്പൊടി കുഴച്ച് നമ്മൾ കുഴയ്ക്കുന്ന മാതിരി എടുത്തിട്ട് അത് അരിപ്പൊടി കൊണ്ട് ഒരു ഗോളം പോലെ ഉണ്ടാക്കിയിട്ട് സങ്കല്പിച്ച് അതിൽ കലശവും ഒക്കെ സ്ഥാപിച്ച് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കലശസ്ഥാപനയൊക്കെ അറിയാവുന്നവർ, കലശത്തിൽ എങ്ങനെയാണ് കലശസ്ഥാപന ചെയ്യേണ്ടത് എന്നൊക്കെ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ കലശം സ്ഥാപിച്ച് തന്നെ കലശത്തിൽ ധന്വന്തരി പൂജ ആവാഹനങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ധന്വന്തരി മന്ത്രമുണ്ട്, അതിൻ്റെ ജപവും ചെയ്യാം. അപ്പോൾ അങ്ങനെ ധന്വന്തരി പൂജ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഫലത്തെക്കുറിച്ച് ഭാഗവതത്തിൽ തന്നെ 2-ാമത്തെ സ്കന്ധത്തിൽ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ധന്വന്തരിശ്ച ഭഗവാൻ സ്വയമേവ കീർത്തിർനാമാ നൃണാം രുജമാശു യജ്ഞേച്ച ഭാഗമമൃതായുർ അവാവരുന്ധ ആയുഷ്യവേദം അനുശാസ്ത്യവതീര്യ ലോകേ എന്ന്. ധന്വന്തരിശ്ച ഭഗവാൻ സ്വയമേവ കീർത്തിർനാംനാ നൃണാം രുജ ആശുഹന്തി. ധന്വന്തരി ഭഗവാൻ ലോകത്ത് അവതരിച്ചിട്ട് എല്ലാ രോഗങ്ങളെയും നിവാരണം ചെയ്യുന്ന ഔഷധങ്ങൾ കൊടുക്കുന്ന മഹാവൈദ്യനായിട്ട് ലോകത്ത് വരും. ആരോഗ്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ആയുർവേദമെന്ന ശാസ്ത്രത്തെ പ്രചരിപ്പിക്കും എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ ധന്വന്തരിയെക്കുറിച്ച് പറയുന്നത്. അതുപോലെ ബ്രഹ്മവൈവർത്ത പുരാണത്തിലും നാരായണാംശോ ഭഗവാൻ സ്വയം ധന്വന്തരിർമഹാൻ പുരാ സമുദ്രമഥനെ സമുത്തസ്ഥോ മഹോദധേ സർവവേദേഷു നിഷ്ണാതോ മന്ത്രതന്ത്രവിശാരദഃ ശിഷ്യോ ഹി വൈനതേയസ്യ ശങ്കരസ്യോപശിഷ്യകഃ എന്ന് വിശദമായിട്ട് അവിടെ വർണ്ണിക്കുന്നത്. നാരായണ ഭഗവാന്റെ അംശമായിട്ട് ധന്വന്തരിയുടെ ആവിർഭാവം ഉണ്ടാകുന്നു. സമുദ്രമഥന കാലത്ത് ആ മഹോദധിയിൽ നിന്ന് അമൃത് കൊണ്ടുവരുന്നു. ആ മന്ത്രതന്ത്ര വിശാരദനായിട്ടുള്ള അദ്ദേഹം വൈനതേയൻ്റെ,
അതായത് ഗരുഡൻ്റെ ശിഷ്യനായി വരുന്നു. അതുകൊണ്ടാണ് ആയുർവേദത്തിൽ ഗരുഡ സംബന്ധ മന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നത്. സർപ്പ ദോഷങ്ങൾ മാറ്റാനും അതുപോലെ സർപ്പവിഷമെടുക്കാനും ഒക്കെയുള്ള പ്രയോഗങ്ങൾ. പിന്നെ ശങ്കരസ്യ ഉപശിഷ്യക, ശങ്കരൻ്റെ ഉപശിഷ്യനുമാണ്, ശിഷ്യൻ്റെ ശിഷ്യനുമാണ്, ഭഗവാൻ ശങ്കരൻ്റെ ശിഷ്യൻ്റെ ശിഷ്യനുമായിട്ട് അങ്ങനെ ഉണ്ടാകുന്നു. അങ്ങനെ ഉള്ള ധന്വന്തരി ഭഗവാന്റെ മന്ത്രം 108 എങ്കിലും വൈകുന്നേരം അന്ന് ഈ ത്രയോദശി ദിവസം സന്ധ്യാസമയത്ത് ഈ ലക്ഷ്മി പൂജനം കഴിഞ്ഞ് ലക്ഷ്മി പൂജനത്തിനോടനുബന്ധമായിട്ട് തന്നെ അത് ചെയ്യാവുന്നതാണ്. അത് ആ മന്ത്രത്തിൻ്റെ ഒരു സാമാന്യ വിവരം പറയാം. അത് ശരിക്കും കേട്ട് പഠിക്കേണ്ടതാണ്. അവാന്തരതമനാണ് ഋഷി, മന്ത്രത്തിൻ്റെ ഋഷി. അതിജഗതി ഛന്ദസ്സാണ്, ധന്വന്തരി ദേവതയാണ്. പിന്നെ ഓം ബീജമായിട്ടും നമശക്തിയായിട്ടും ധന്വന്തരായ എന്നുള്ളത് കീലകവും ധന്വന്തരി പ്രസാദ സിദ്ധി ദ്വാര ജപ വിനിയോഗവുമാണ് അതിൻ്റെ പ്രയോഗം. പിന്നെ കരന്യാസംഗന്യാസങ്ങൾ മന്ത്രം ചൊല്ലിത്തന്നെയാണ് കരന്യാസംഗന്യാസങ്ങൾ. പിന്നെ ധ്യാനമുണ്ട്. ശംഖചക്രം ജലൂകം എന്ന് തുടങ്ങുന്ന ധ്യാനമുണ്ട്. അതുപോലെ മന്ത്രം ഓം നമോ ഭഗവതേ എന്ന് തുടങ്ങുന്ന ആ മന്ത്രം ശ്രീ മഹാവിഷ്ണവേ സ്വാഹ എന്ന് അവസാനിക്കുന്നു. ഈ ധന്വന്തരി മന്ത്രം ത്രയോദശി ദിവസം ചൊല്ലുന്നത് വളരെ വിശിഷ്ടമാണ്. ആ മന്ത്രം മുഴുവനായിട്ട് അങ്ങനെ നേരിട്ട് പബ്ലിക്കായിട്ട് പറയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ ആ മന്ത്രം അങ്ങനെ പറയുന്നില്ല. കാരണം മന്ത്രം ഗുപ്തമാണ്. അപ്പോൾ ആ മന്ത്രം അറിയാവുന്നുള്ള ആരുടെ അടുത്തെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പുരോഹിതന്മാരോടത്തോ വൈദ്യന്മാരോടത്തോ അറിയുന്നവരടുത്ത് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കണം. അതിൻ്റെ വിവരണങ്ങൾ മാത്രമാണ് പറയുന്നത്. ജപിക്കേണ്ട മന്ത്രം മൂലമന്ത്രം എന്ന് പറയുമ്പോൾ അത് നമ്മളങ്ങനെ വെളിയിൽ പറയാൻ അങ്ങനെ പാടില്ലല്ലോ, അതിൻ്റെ ആ ഒരു ശുദ്ധത നിലനിർത്താനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കൂ എന്നുള്ളത് താല്പര്യമാണ് ഇവിടെ. അതോടുകൂടി പഞ്ചോപചാര പൂജയും പിന്നെ ഉത്തര കരന്യാസംഗന്യാസങ്ങളൊക്കെ ചെയ്ത് ജപസമർപ്പണം ചെയ്യണം. അപ്പോൾ ഇത്രയും വളരെ വിശിഷ്ടമായിട്ടുള്ള കാര്യമാണ് ധനുതേരസിന് ചെയ്യേണ്ടത്. അപ്പോൾ ധനുത്രയോദശി ദിവസം ഈ പാത്രങ്ങളൊക്കെ വാങ്ങുന്നത് ഒരു ഭാഗം, പിന്നെ അന്നത്തെ ദിവസം തന്നെ വീട് മുഴുവൻ വൃത്തിയാക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ ഉത്തര ഭാരതത്തിലൊക്കെ ആണെങ്കിൽ വെള്ളപൂശലൊക്കെ നടക്കുന്നതിന് അതിനു മുമ്പെല്ലാം ചെയ്യും അതൊക്കെ. അപ്പോൾ ഇത് നമ്മൾ മഴക്കാലം കഴിഞ്ഞ് വരുന്ന ഒരു വിശിഷ്ടമായിട്ടുള്ള ആഘോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം അതിനോടൊപ്പം ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഇക്കാര്യങ്ങളൊക്കെ ഓണകാലത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഓണകാലത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് അവിടെ പിന്നെ വെള്ളപൂശലും അല്ലെങ്കിൽ വീടിൻ്റെ അത്തരത്തിലുള്ള പണികളൊന്നും വേണ്ടി വരില്ല. പക്ഷേ അത് പൂർണ്ണമായൊരു വൃത്തിയാക്കൽ നമുക്ക് വേണം. അപ്പോൾ ഏകദേശം ഈ പറയുന്ന ആഘോഷങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ഓണാഘോഷവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഇത് വരുന്നുമുണ്ട്. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിക്കാം. ഇതാണ് ധനുതേരസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ചതുർദശി വ്രതവിധാനമാണ്. ഇതിനും മൂലമായിട്ട് പ്രമാണമായിട്ട് പറയാവുന്നത് ഭവിഷ്യോത്തര പുരാണം തന്നെയാണ്. ഇപ്പോൾ ചതുർദശി അന്നത്തെ ദിവസം, അതായത് അമാവാസ്യയുടെ തലേ ദിവസം, ദീപാവലിയുടെ തലേ ദിവസം രാവിലെ എഴുച്ച് സങ്കല്പം ചെയ്യുക. ഒരു സങ്കല്പം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കർമ്മമാണ്. ഇന്നത്തെ ദിവസം ഞാനിങ്ങനെ വ്രതം അനുഷ്ഠിക്കാൻ പോകുന്നു എന്ന സങ്കല്പം. അങ്ങനെ സങ്കല്പം ചെയ്ത് നരകനിവാരണത്തിന് വേണ്ടി, അതായത് പാപനിവാരണത്തിന് വേണ്ടിയും നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയുമൊക്കെ ഒരു സങ്കല്പമായിട്ട് ചെയ്ത് എള്ളെണ്ണ, അതായത് തിലസ്നാനം എന്നാണ്, തിലതൈലം കൊണ്ടുള്ള സ്നാനം. അപ്പോൾ എള്ളെണ്ണ ശരീരത്തിൽ തേച്ച് കുളിക്കണമെന്നാണ്. അപ്പോൾ എണ്ണ തേച്ച് കുളിക്കൽ ഈ ദിവസം പ്രധാനമാണ്. ഇന്ന് മാത്രമല്ല, ചതുർദശിക്കും അടുത്ത ദിവസമായിട്ടുള്ള അമാവാസ്യ പിന്നെ പ്രതിപദത്തിനും ഈ പറഞ്ഞ 3 ദിവസങ്ങളും, കുറഞ്ഞ പക്ഷം 3 ദിവസം, അത് 5 ദിവസവും ആകാം, എണ്ണ തേച്ചൽ കുളി ഒരു വിശേഷമാണ് രാവിലെ. അതുപോലെ ഈ എണ്ണ തേച്ച് കുളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ അപാമാർഗം എന്ന് പറയുന്ന ചെടി, നമ്മുടെ മലയാളത്തിൽ അതിന് കടലാടി എന്ന് പറയും.
കടലാടി എന്ന് പറയുന്ന ചെടി നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പുറമ്പിലൊക്കെ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഈ കടലാടി എന്ന് പറയുന്ന ചെടി കൊണ്ടുവന്ന് അത് തലയിൽ വച്ച് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ച് കുളിക്കുക. അതുപോലെ തലയിൽ ഇങ്ങനെ ഒഴിയാനുള്ളൊരു രീതിയുണ്ട്. അപ്പോൾ ഈ കടലാടി ചെടിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത് ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ അത് ഇങ്ങനെ തലയ്ക്ക് ചുറ്റി ഇങ്ങനെ വച്ച് എന്നിട്ട് കുളിക്കുക. അത് വെള്ളത്തിലിട്ട് വേവിച്ചിട്ടല്ല, അല്ലെങ്കിൽ അതിനെ ചൂടുവെള്ളത്തിലിട്ട് അങ്ങനെയല്ല, അത് വേറെ രീതിയാണ്. പക്ഷേ ഇത് വെറുതെ അങ്ങനെ തലയിൽ സ്പർശിക്കുക, വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ച് കുളിക്കുക, എന്നിട്ട് തലയ്ക്ക് ചുറ്റും 3 പ്രാവശ്യം ചുറ്റി എടുത്ത് കളയുക എന്നുള്ളതാണ് അത് പറയുന്നത്. അത് ഈ ദോഷങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പാപനിവാരണ രീതിയാണ്. അപ്പോൾ അതിൽ സങ്കല്പം പറയേണ്ടത് യമലോക ദർശനാഭാവകാമോ അഹം അഭ്യംഗസ്നാനം കരിഷ്യേ. ഇത് സ്നാനം ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട സങ്കല്പമാണ്. യമലോക ദർശന അഭാവകാമോ അഹം അഭ്യംഗസ്നാനം കരിഷ്യേ എന്ന് സങ്കല്പം ചെയ്യുന്നു. ആ സങ്കല്പം ചെയ്തിട്ട് സ്നാനം ചെയ്യുന്നു എന്ന്. അത് കഴിഞ്ഞ് സ്നാനാദികൾ കഴിഞ്ഞാൽ യമതർപ്പണം എന്ന കർമ്മമാണ്. അപ്പോൾ തിലോദകം കൊണ്ട് യമന് തർപ്പണം ചെയ്യുക. തെക്കോട്ട് തിരിഞ്ഞിരുന്നാണ്, ദക്ഷിണാഭിമുഖമായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ യമായ നമസ്തർപ്പയാമി എന്ന മന്ത്രം ചൊല്ലി, യമായ നമസ്തർപ്പയാമി എന്ന മന്ത്രം ചൊല്ലി യമന് തർപ്പണം ചെയ്യുക. അപ്പോൾ യമരാജാവിൻ്റെ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ, ഓരോ നാമങ്ങൾ പറഞ്ഞിട്ടാണ് തർപ്പണം ചെയ്യേണ്ടത്. ആ നാമങ്ങളുടെ ശ്ലോകം ഞാൻ പറയാം. യമായ ധർമ്മരാജായ മൃത്യവേ ച അന്ധകായ ച വൈവസ്വതായ കാലായ സർവഭൂതക്ഷയായ ച ഔദുംബരായ ദധ്നായ നീലായ പരമേഷ്ഠിനെ വൃകോദരായ ചിത്രായ ചിത്രഗുപ്തായ വൈ നമഃ. ഇതാണ് ആ നാമം. അപ്പോൾ ഇതിൽ ഓരോ നാമത്തോടൊപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ യമായ എന്നതിൽ നാമമുണ്ട്. യമായ നമഃ യമം തർപ്പയാമി എന്ന് പറഞ്ഞിട്ട് വേണം ഈ തിലോദകം കൊണ്ട് തർപ്പണം ചെയ്യാനായിട്ട്. തർപ്പണം ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈക്കുമ്പിളിൽ തിലം എള്ളും, അതിനോടൊപ്പം അത് വെള്ള എള്ളും കറുത്ത എള്ളും രണ്ടുമാവാം, രണ്ട് മിശ്രിതവുമാവാം എന്ന് പറയുന്നുണ്ട്. ആ എള്ളും വെള്ളവും കയ്യിലെടുത്ത്, കൈക്കുമ്പിളിലെടുത്ത് അത് മുന്നിലേക്ക് വിരലുകളിലൂടെ മുന്നിലേക്ക് ഇടുക. അങ്ങനെയാണ് ഈ തർപ്പണം ചെയ്യുന്നത്. അപ്പോൾ അത് വെറുതെ അങ്ങനെ ഇടുക. അതിൽ പവിത്രം കെട്ടാൻ അറിയാമെങ്കിൽ ദർഭ കൊണ്ടുള്ള പവിത്രം കെട്ടുകയും ചെയ്യാം. അല്ലെങ്കിൽ സ്വർണ്ണ മോതിരമോ വെള്ളി മോതിരമോ ഒക്കെ ഇട്ടിരിക്കുന്നവർക്ക് പിന്നെ പ്രത്യേകിച്ച് പവിത്രം ആവശ്യമില്ല എന്നും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പവിത്ര മോതിരമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അവിടെ പൂജാ സാധനങ്ങൾ കിട്ടുന്ന കടയിലൊക്കെ ഈ പവിത്ര മോതിരം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് അതിട്ടിട്ട് ചെയ്യാം. അല്ലെങ്കിൽ അല്ലാതെ തന്നെ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ ധർമ്മരാജായ നമഃ ധർമ്മരാജം തർപ്പയാമി, മൃത്യവേ നമഃ മൃത്യും തർപ്പയാമി. ഇങ്ങനെ ഓരോന്നിനോടും തർപ്പയാമി എന്ന് ചേർക്കുക. തർപ്പയാമി എന്ന് പറഞ്ഞാൽ ഞാൻ തർപ്പണം ചെയ്യിക്കുന്നു, അങ്ങയെ പ്രസന്നനാക്കുന്നു, ഇതർപ്പിക്കുന്നു എന്നൊക്കെ അർത്ഥമുണ്ട്. തർപ്പണം ചെയ്യുക എന്ന് പറഞ്ഞാൽ തൃപ്തമാക്കുക എന്നാണ് അർത്ഥം. അത് ആണ് അന്നത്തെ വിശേഷം. അപ്പോൾ ഈ യമതർപ്പണം അന്ന് ചെയ്യുന്നു. ഇതുകൊണ്ട് ദുരിതങ്ങൾ മാറാനും നമ്മുടെ ഗ്രഹദോഷങ്ങൾക്ക് ശാന്തി ഉണ്ടാകാനും ശാരീരികമായ സ്വാസ്ഥ്യമുണ്ടാകാനും ആരോഗ്യമുണ്ടാകാനും ഒക്കെ ഉപകരിക്കുന്നതാണ്. സാക്ഷാത് യമരാജന് തന്നെയാണ് ഇവിടെ തർപ്പണം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വൈകുന്നേരം, ഇത് രാവിലത്തെ കർമ്മമാണ്. രാവിലെ എണ്ണ തേച്ച് കുളിച്ച്, സങ്കല്പത്തോടു കൂടി എണ്ണ തേച്ച് കുളിച്ച് ദക്ഷിണാഭിമുഖമായി നിന്നുകൊണ്ട് ഈ യമതർപ്പണം എന്ന് പറയുന്നത് ചെയ്യുന്നു. നമസ്കാരം ചെയ്യുന്നു, ഒരു പ്രദക്ഷിണം ചെയ്ത് നമസ്കാരം ചെയ്ത് അത് അവസാനിപ്പിക്കുന്നു. പിന്നെ വൈകുന്നേരത്തെ കാര്യമാണ്. വൈകുന്നേരം സൂര്യാസ്തമയത്തിന് ശേഷം, ഇത് എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളെ കലണ്ടറിൽ
സൂര്യാസ്തമയ സമയം എഴുതിയിട്ടുണ്ടാകും. ആ സൂര്യാസ്തമയ സമയം കഴിഞ്ഞ് വേണം ഈ അടുത്ത് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ സൂര്യാസ്തമയം കഴിഞ്ഞാൽ ചതുർദശ 14 ദീപദാനം ചെയ്യുക. ഇത് പുരാണത്തിൽ വിശേഷമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. 14 ദീപങ്ങൾ, 14 ദീപം ഈ മൺചിരാകിൽ നമ്മൾ കത്തിക്കുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ മൺചിരാഗ് വാങ്ങാൻ കിട്ടും. ആ മൺചിരാകിൽ 14 ദീപങ്ങൾ കത്തിച്ച് ഈ ചതുർദശിയുടെ ദിവസം കത്തിച്ച് നമ്മുടെ എന്താ പറയുക, സിറ്റ് ഔട്ട് എന്ന് പറയുന്ന സ്ഥലം, പുറത്തിരിക്കുന്ന സ്ഥലം, അവിടെ ഈ 14 ദീപങ്ങൾ ഒരു വൃത്താകാരത്തിൽ, ഒരു മാലയുടെ ആകാരത്തിൽ കത്തിച്ച് വയ്ക്കുക. ഒരു മാലയുടെ ആകാരം വരണമെന്നില്ല, അതായത് ശരിയായ വൃത്തം വരണമെന്നില്ല. അങ്ങനെ ഒരു മാലയുടെ ആകാരത്തിലുള്ള കത്തിച്ച് വയ്ക്കുക. അതിനോടൊപ്പം അതിനൊരു വിശേഷത, ഈ ഓരോ ചിരാഗ് കത്തിക്കുമ്പോഴും, അതായത് ഓരോ മൺചിരാഗ് കത്തിക്കുമ്പോഴും അതിൽ 4 തിരികൾ ഇടണമെന്നാണ്. സാധാരണ നമ്മൾ 5 തിരികൾ ഇടുന്നു, അല്ലെങ്കിൽ 1 തിരി ഇടുന്നു, 2 തിരികൾ, അങ്ങനെയാണ് ഇടാറ്. ഇതിൽ 4 തിരി വേണം എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. അത് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. അതാണ് ഈ വൈകുന്നേരത്തെ ഈ ദീപദാനം എന്ന് പറയുന്ന യമദീപദാനമായിട്ടുള്ള ക്രിയയാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. ഇതാണ് ഈ ദിവസത്തെ വൈകുന്നേരത്തെ കർമ്മം. ഇന്നത്തെ ദിവസം തന്നെയാണ് ഭഗവാൻ നരകാസുരനെ വധിച്ചതായിട്ട് നമ്മുടെ കഥ പറയുന്നതും ഈ ദിവസം തന്നെയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രാഗ് ജ്യോതിഷി നഗരത്തിൻ്റെ രാജാവായിരുന്ന നരകാസുരൻ, അദ്ദേഹത്തെ വധിച്ച് ശ്രീകൃഷ്ണൻ 16,100 കന്യകമാരെ അദ്ദേഹം ജയിലിലടച്ചിരുന്ന 16,100 കന്യകമാരെ ജയിലിൽ നിന്ന് മുക്തമാക്കി. അവരുടെ ആവശ്യപ്രകാരം ഭഗവാൻ അവരെ തൻ്റെ ഭാര്യമാരായിട്ട് അംഗീകരിക്കുകയും അവരെ സനാഥരാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആവശ്യപ്രകാരം അങ്ങനെ അംഗീകരിക്കുകയും ചെയ്ത കഥയുണ്ട്. അപ്പോൾ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ ഇത് വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ആ കഥ അനുസരിച്ചിട്ടുള്ള ദിവസവും ഇത് തന്നെയാണ്. അതായത് ഈ ചതുർദശി ദിവസമാണ് നരകാസുരനെ വധം ചെയ്തതും. ഈ നരകാസുരൻ്റെ കഥ ഈ പറയുന്ന നരക ചതുർദശിയോട് ചേർന്നതും, നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം, ദുഃഖം എന്നാണ് അർത്ഥം. അതിൻ്റെ നിവാരണത്തിനായിട്ട് യമപൂജ ചെയ്യുന്നതുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കഥയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇനിയുള്ളത്, അന്നേ ദിവസം തന്നെ വർഷക്രിയ, കൗമുദി, ധർമ്മസിന്ധു തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പറയുന്നതനുസരിച്ച് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഒരു സമർപ്പണമുണ്ട്. അതായത് നമ്മൾ പന്തം എന്ന് പറയുന്ന കത്തിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതായത് പന്തം കത്തിക്കുക എന്നുള്ള രീതിയിലുള്ള പന്തം ഉണ്ടാക്കുക, പന്തം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ദീപം ഉണ്ടാക്കുക. നമ്മളെ നാട്ടിലൊക്കെ ചൂട്ട് കത്തിക്കുക, പന്തം കത്തിക്കുക എന്ന് പറയും. അത് തെങ്ങിൻ്റെ ഓല കൊണ്ടുണ്ടാക്കുന്നതുണ്ട്. അതുപോലെ തെങ്ങിൻ്റെ ഏതോ മടലിൻ്റെ ഭാഗം എടുത്തിട്ട് അതിൽ നിന്നുണ്ടാക്കുന്നതുണ്ട്. അപ്പോൾ എങ്ങനെയായാലും അത് ഒരു ദീപം ഉണ്ടാക്കുക. അതുപോലെ അമ്പലങ്ങളിലൊക്കെ കത്തിക്കുന്ന അങ്ങനെയുള്ള പന്തമുണ്ട്. അമ്പലത്തിൽ ശിവേലിയൊക്കെ നടക്കുന്ന സമയത്ത് കത്തിക്കുന്നത്. അപ്പോൾ അത് തയ്യാറാക്കിയിട്ട് അതിൽ തുണി ചുറ്റി അതിൽ എണ്ണ ഒത്തിച്ചാണ് അത് ഉണ്ടാക്കുക. ആ എണ്ണ ഒത്തിച്ചുണ്ടാക്കുന്ന ആ പന്തത്തിൽ ആ പന്തം കൊളുത്തി ആകാശത്തേക്ക് കാണിക്കുക. ആകാശത്തേക്ക് ഇങ്ങനെ കാണിച്ച്, ആകാശത്തേക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കാണിക്കുന്ന രീതിയിൽ കാണിച്ച് പിതൃക്കളോട് പ്രാർത്ഥിക്കുക. ഇത് വൈകുന്നേരമാണ് ഈ പറഞ്ഞ കർമ്മം, നേരത്തെ പറഞ്ഞ ചതുർദശ ദീപദാനത്തിന് ശേഷം. അപ്പോൾ ആ സമയത്ത് പറയേണ്ട ഒരു മന്ത്രം ഇങ്ങനെയാണ്: അഗ്നിദഗ്ധാശ്ച യേ ജീവാ ഏപ്യദഗ്ധാകുലേ മമ ഉജ്ജ്വലജ്യോതിഷാദഗ്ധ തേ യാന്തു പരമാം ഗതിം. എല്ലാവർക്കും പരമഗതി, ഇതിന് മുമ്പ് പോയിട്ടുള്ള പിതൃക്കൾക്കെല്ലാവർക്കും പരമഗതി ലഭിക്കട്ടെ എന്നതാണ് പ്രാർത്ഥനയുടെ സാരം. അഗ്നിദഗ്ധാശ്ച യേ ജീവാ ഏപ്യ
അദഗ്ധാകുലേ മമ ഉജ്ജ്വല ജ്യോതിഷാദഗ്ധ തേയാന്തു പരമാം ഗതിം എന്നാണ് ആ പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥന ചെയ്തുകൊണ്ട് 3 വട്ടം ഇത് ഒഴിഞ്ഞു കാണിക്കുന്നു. പിന്നെ ഈ ചതുർദശി ദിവസം തന്നെയാണ് ഒരു പ്രമാണപ്രകാരം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഹനുമത് ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ വായുപുരാണം, വ്രതരത്നാകരം എന്ന ഗ്രന്ഥങ്ങളിലാണ് സ്പഷ്ടമായിട്ടും ഈ ദിവസം ഹനുമത് ജയന്തിയാണെന്ന് പറയുന്നത്. അതിൻ്റെ ശ്ലോകം ഇങ്ങനെയാണ്: ആശ്വിനസ്യ അസിതേ പക്ഷേ ഭൂതായാം ച മഹാനിശി ഭൗമവാരേ അഞ്ജനാദേവി ഹനുമന്തമജീജനത്. അപ്പോൾ ഹനുമത് ജയന്തിയാണ് എന്ന് കൽപ്പിക്കുന്നതാണ്. ആശ്വിനസ്യ അസിതേ പക്ഷേ, ആശ്വിന മാസത്തിലെ കറുത്ത പക്ഷത്തിലെ മഹാനിശീധിയായിട്ടുള്ള ചതുർദശിയിൽ ഭൗമവാസരത്തിൽ അഞ്ജനാദേവിയുടെ പുത്രനായിട്ട് ഹനുമാൻ ജനിച്ചു എന്നാണ്. ഭൗമവാസരം എന്ന് പറയുന്ന ചൊവ്വാഴ്ച അന്നത്തെ ദിവസം ജനിച്ചു. അപ്പോൾ ആ ഒരു സങ്കല്പം പൂർണ്ണമാക്കാനായിട്ട് ഹനുമത് ആരാധനയും ഹനുമാൻ്റെ ഫോട്ടോ വെച്ച് പൂജയും ഷോഡശോപചാര പൂജയും ഒക്കെ നമുക്ക് ചെയ്യാം. ഹനുമത് ഭക്തരായിട്ടുള്ളവർക്ക് വളരെ വിശേഷമാണ് അന്നത്തെ ദിവസം ഹനുമത് മന്ത്രങ്ങളുടെ ജപവും രാമായണ പാഠവും പ്രത്യേകിച്ച് കിഷ്കിന്ധാകാന്ഡവും ഒക്കെ പാഠം ചെയ്യുന്നത് വളരെ നല്ലതാണ്. യുദ്ധകാന്ഡവും കിഷ്കിന്ധാകാന്ഡവും ഹനുമാൻ്റെ കഥയൊക്കെ വരുന്ന ആ ഭാഗമൊക്കെ പാഠം ചെയ്യുക, ചൊല്ലുക, പാരായണം ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഹനുമത് ജയന്തി ആഘോഷിക്കുന്ന ഒരു ഭാവവും ഈ ചതുർദശിക്കുണ്ട്. അപ്പോൾ എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ദിവസമുള്ളത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതുപോലെ ആ ഹനുമത് ജയന്തി ആഘോഷിക്കുന്നു. ഹനുമത് ജയന്തിയുടെ മറ്റൊരു രൂപമുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് മറ്റ് ഗ്രന്ഥങ്ങളിൽ ചിലതിൽ ചൈത്രമാസത്തിലെ പൂർണിമയ്ക്കാണ് ഹനുമത് ജയന്തി എന്നും പറയുന്നുണ്ട്. അതായത് രാമനവമി വരുന്ന ആ മാസത്തിൽ തന്നെ പൂർണിമയ്ക്കാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 പക്ഷമുണ്ട്. അതിൻ്റെ 2 കഥകളൊക്കെ അതിന് കാരണമാണ്. പിന്നെ ഇവിടെ വിശേഷമായിട്ട് ഇതിലൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ ചതുർദശിക്ക് ചെയ്യുന്നതായിട്ടുള്ള ഹനുമത് ജയന്തിയുടെ ഒരു പ്രത്യേകത, ഇത് ഹനുമാൻജിയുടെ 2ാമത്തെ ജന്മമായിട്ട് കണക്കാക്കുന്നു എന്നാണ് ഒരു കഥയുള്ളത്. അതിൽ പറയുന്നത് ഹനുമാൻ്റെ സേവാകാര്യങ്ങളിൽ, ഹനുമാൻ ചെയ്ത കാര്യങ്ങളിൽ അത്യന്ത തൃപ്തയായിട്ട് സീതാദേവി അനുഗ്രഹം കൊടുക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ എന്താ വേണ്ടതെന്ന് ഹനുമാനോട് ചോദിക്കുമ്പോൾ സീതാദേവി രത്നങ്ങൾ കൊടുക്കുന്നു, തൻ്റെ ആഭൂഷണങ്ങൾ എടുത്തു കൊടുക്കുന്നു, ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള മോതിരം കൊടുക്കുന്നു. പക്ഷേ ഇതിലൊന്നും ഹനുമാൻ തൃപ്തനാകുന്നില്ല. അപ്പോൾ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത് എന്താണ് എന്ന് ഹനുമാനോട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹനുമാൻ ദേവിയോട് ചോദിക്കുകയാണ് എന്താണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള അതാവട്ടെ എന്ന്. അപ്പോൾ അതെന്താണ് എന്നുള്ളതൊരു വലിയ സംശയമായി. അപ്പോൾ സീതാദേവി തൻ്റെ നെറുകയിൽ ചൂടിയിരുന്ന സിന്ദൂരം, അതായത് സുമംഗലികൾ നെറുകയിൽ ചൂടുന്നതായിട്ടുള്ള സിന്ദൂരം, അത് സീതാദേവി നെറുകയിൽ നിന്ന് ആ സിന്ദൂരമെടുത്ത് ഹനുമാന് കൊടുത്തു എന്നാണ് പറയുക. അപ്പോൾ അതാണ് ഒരു സൗഭാഗ്യവതിയായിട്ടുള്ള സുമംഗലിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഏറ്റവും ഭാവപൂർണമായിട്ടുള്ള, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആ ഭർത്താവിനാൽ ചൂടിച്ച ആ സിന്ദൂരമാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് ഹനുമാന് കൊടുത്തു. അങ്ങനെയാണ് അന്ന് തൊട്ടാണ് ഹനുമാൻ്റെ ശരീരത്തിൽ മുഴുവൻ ഈ സിന്ദൂരം ചാർത്തുന്ന ആ ഒരു ഭാവം വന്നത് എന്ന് ഒരു കഥയുണ്ട്. അതുകൊണ്ട് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ പലപ്പോഴും യാത്ര ചെയ്തിട്ടുള്ളപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാകും, എല്ലാ അമ്പലങ്ങളിലും ഹനുമാൻ്റെ ശരീരം മുഴുവൻ ഈ സിന്ദൂരം ചേർത്ത കളറിലായിരിക്കും, ചുവന്ന കളറിലായിരിക്കും. അതിന് കാരണം ഈ ഒരു ഭാവമുള്ളത് കൊണ്ടാണ്. അത് ഹനുമാൻ്റെ 2ാമത്തെ ജന്മമാണെന്നുള്ള ഒരു സങ്കല്പമുണ്ട്. അതനുസരിച്ചാണ് ഈ ചതുർദശിക്ക് 2ാമത്തെ ജന്മമായിട്ട് പറയുന്നത്. ഇനി അടുത്തത് ആശ്വിന അമാവാസ്യ, ദീപാവലി ദിവസം. അപ്പോൾ ചതുർദശി കഴിഞ്ഞു,
ചതുർദശി ചോട്ടി ദീപാവലി എന്നാണ് പറയുന്നത്. കാരണം അന്നും ദീപങ്ങൾ കത്തിക്കും. നേരത്തെ നമ്മൾ 14 വിളക്കുകൾ കത്തിച്ചു, അത് പ്രധാനമാണ്. പക്ഷേ വേറെയും വിളക്കുകൾ കത്തിക്കാം എന്നുണ്ട്. ദീപാവലിക്ക് ചെയ്യുന്നത് പോലെ തന്നെ വിളക്കുകൾ കത്തിക്കാം. നമ്മളെ നാട്ടിലൊക്കെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ, അത് തലേ ദിവസം തന്നെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം അമാവാസ്യ. അപ്പോൾ അമാവാസ്യയുടെ പ്രത്യേകത, അമാവാസ്യ തിഥി അനുസരിച്ച് ചതുർദശിയോ പ്രതിപദമോ വരുന്ന തീയതികളൊക്കെ നോക്കുമ്പോൾ സാമാന്യ ഒരു ജ്യോതിഷത്തിൻ്റെ നിയമം അനുസരിച്ച് സന്ധ്യാസമയത്ത്, വൈകുന്നേര സന്ധ്യാസമയത്ത് അമാവാസ്യ തിഥി ഉണ്ടാവണം. അത് രാത്രി അർദ്ധരാത്രി വരെ വ്യാപകമായിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. കാരണം അന്നത്തെ ദിവസം അർദ്ധരാത്രിയിലും നമുക്ക് ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സന്ധ്യാകാലത്ത് ഉണ്ടാവണം, അതുപോലെ അർദ്ധരാത്രി വരെ ഉണ്ടായാൽ വളരെ ഉത്തമം. ഇനി അർദ്ധരാത്രിയിൽ ഇല്ല എങ്കിൽ സന്ധ്യാകാലത്ത് ഉണ്ടായാൽ അതും അന്നത്തെ ദിവസം ദീപാവലിയായിട്ട് ആഘോഷിക്കാം. അങ്ങനെയാണ് ഈ വർഷത്തെ ദീപാവലി ദിവസം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് രാവിലെ നേരത്തെ പറഞ്ഞതുപോലെ തൈലസ്നാനം ചെയ്യുക. തൈലസ്നാനത്തിൻ്റെ സങ്കല്പം പറഞ്ഞു. തൈലസ്നാനം ഈ 3 ദിവസങ്ങളും വിശേഷമാണ്. തൈലസ്നാനം ചെയ്ത് അത് കഴിഞ്ഞ് വന്ന് ഒരു പ്രണാമം നമ്മൾ ചെയ്യുന്നു. പ്രണാമം ചെയ്ത് സൂര്യഭഗവാനെ പ്രണമിക്കുന്നു. അങ്ങനെ പറഞ്ഞ് സാമാന്യ രീതിയിലുള്ള ഒരു ലക്ഷ്മി പൂജനം ചെയ്യുന്നു. അപ്പോൾ ഇത് രാവിലെ ചെയ്യുന്നതാണ്, വൈകുന്നേരവും വേറെ ചെയ്യുന്നുണ്ട്, സന്ധ്യയിലും. അപ്പോൾ രാവിലെ ലക്ഷ്മി പൂജനം ചെയ്ത് അലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യേഷ്ഠാദേവി, ദാരിദ്ര്യം എന്ന് നമ്മൾ പറയുന്ന ആ അലക്ഷ്മി ഇല്ലാതാക്കാൻ, അനൈശ്വര്യമില്ലാതാക്കാൻ ഐശ്വര്യമായിട്ടുള്ള ദേവിയോട് പ്രാർത്ഥന ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ കാലാദർശം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ പ്രത്യൂഷേ ആശ്വയുർദർശേ കൃതാഭ്യങ്കാദിമംഗള ഭക്ത്യാ പ്രപൂജയേ ദേവീം അലക്ഷ്മീ വിനിവർത്തയേ എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യമാണത്. പ്രത്യൂഷം എന്ന് പറഞ്ഞാൽ പ്രാതക്കാലത്ത് കുളിയെല്ലാം കഴിഞ്ഞ് അഭ്യംഗ സ്നാനത്തോടു കൂടി കുളിയെല്ലാം നന്നായിട്ട് ചെയ്ത് ഭക്തിയോടുകൂടി പൂജനം ചെയ്യുക, ദേവീ ലക്ഷ്മി പൂജനം ചെയ്യുക, ലക്ഷ്മിയെ നമസ്കരിക്കുക. നമ്മൾ പഞ്ചോപചാര പൂജ എന്ന് പറയുന്ന ധൂപദീപ പുഷ്പങ്ങളൊക്കെ അർച്ചിച്ച് പൂജിക്കുക. എന്താണ് പ്രാർത്ഥന? അലക്ഷ്മി ഇല്ലാതാകട്ടെ, എൻ്റെ ഗൃഹത്തിൽ ഒരിക്കലും അനൈശ്വര്യമുണ്ടാകരുത് എന്ന് പ്രാർത്ഥന ചെയ്ത് അന്നത്തെ ദിവസം വളരെ വ്രതമായിട്ടിരിക്കണം എന്നാണ്. അപ്പോൾ അത് വ്രതപരിപാലനം ചെയ്യണം. ഈ ത്രയോദശി ദിവസം തുടങ്ങി വരുന്ന ഈ 5 ദിവസങ്ങൾ, ഇപ്പോൾ ഭ്രാതൃദ്വിതീയ എന്ന് പറയുന്ന ദിവസം വരെ ഇനി വരുന്ന 2 ദിവസങ്ങളും കൂടി ചേർത്ത് 5 ദിവസവും വ്രതമായിട്ടിരിക്കുന്നത് നല്ലതാണ്. വ്രതമെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അശുദ്ധാഹാരങ്ങൾ കഴിക്കണം. അതുപോലെ മറ്റ് അശുദ്ധങ്ങളായിട്ടുള്ള മാംസാദി ആഹാരങ്ങൾ പാടില്ല. അതുപോലെ ബ്രഹ്മചര്യ പാലനമുണ്ടാകണം. ദിവസവും കുളിക്കുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇത് പാലിക്കുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. പിന്നെ ഭക്ഷണത്തിലും നമ്മൾ സാത്വികമായ ഭക്ഷണം അന്ന് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് വ്രതപരിപാലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ വ്രതമെടുക്കുന്ന രീതി തന്നെയാണ്. അതുപോലെ അന്നത്തെ ദിവസം സ്നാനം ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ 5 വൃക്ഷങ്ങളുടെ തൊലി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ സ്നാനം ചെയ്യുക എന്നൊരു രീതിയുണ്ട്. അത് അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ആ വൃക്ഷങ്ങളുടെ ആലിൻ്റെയും മാവിൻ്റെയും ഒക്കെ ഇല ഇട്ടിട്ടുള്ള ആ സ്നാനം അത് ചെയ്യാം. അങ്ങനെ ആ വ്രതമായിട്ടിരുന്ന് പകൽ മുഴുവൻ നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ചെയ്യുന്നു. സാധാരണ ദീപാവലി ദിവസം ജോലിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അവധിയായിരിക്കും. സർക്കാരിൻ്റെ രീതിയിലും അവധി ഉണ്ടാവും. അപ്പോൾ അത് ദീപാവലി ദിവസം എന്നുള്ള രീതിയിൽ അവധിയുണ്ട്. ആ ദിവസം അന്നത്തെ നമ്മുടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഇപ്പോൾ നമ്മൾ ഓണമൊക്കെ ആഘോഷിക്കുന്നത് പോലെ തന്നെ ചെയ്യുക. അത് കഴിഞ്ഞ് വൈകുന്നേരമായാൽ സന്ധ്യാ സമയത്ത് ലക്ഷ്മി പൂജനം, അത് വളരെ
മഹത്വമുള്ളതാണ്. അതായത് ഈ മുഴുവൻ അനുഷ്ഠാനത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഈ ലക്ഷ്മി പൂജനം എന്ന് പറയുന്നത്. അത് വൈകുന്നേരം സന്ധ്യാകാലത്ത് തന്നെയാണ്, അതായത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ദീപദാനമാണ്. ആ ദീപദാനമാണ് നമ്മൾ ദീപാവലിയായിട്ട് ദീപം കത്തിച്ച് ആഘോഷിക്കുന്നത്. വൈകുന്നേരം പടക്കം പൊട്ടിക്കുന്നതും ഒക്കെ ഈ അലക്ഷ്മിയെ, ആസുരിക ശക്തികളെ, ദോഷങ്ങളെ, ഗ്രഹദോഷങ്ങളൊക്കെ മാറ്റാനാണ് പണ്ട് തൊട്ട് ഈ പടക്കം പൊട്ടിക്കൽ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വാസ്തവത്തിൽ ശാസ്ത്രീയമായിട്ട് ഗ്രന്ഥങ്ങളിൽ എവിടെയും ഈ പടക്കം പൊട്ടിക്കണം എന്ന് പ്രത്യേകിച്ച് എവിടെയും പറഞ്ഞു കാണുന്നില്ല. അതൊരു ആശ്ചര്യമായിട്ടുള്ള കാര്യമാണ്. അതായത് ഈ പടക്കത്തിൻ്റെ ഇപ്പോഴുള്ള രീതികളൊന്നും നമുക്ക് എവിടെയും, ഈ പറഞ്ഞ ശാസ്ത്രങ്ങളിൽ എവിടെയും അത് സൂചിപ്പിച്ച് കാണുന്നില്ല. എന്നാൽ അവിടെ പറഞ്ഞു കാണുന്നത് ഞാനിപ്പോൾ തുടർന്ന് പറയുന്നുണ്ട്. അത് കൊട്ടി ശബ്ദമുണ്ടാക്കി അലക്ഷ്മിയെ ഇല്ലാതാക്കണം, ഓടിച്ചു വിടണമെന്നുള്ളത് പറയുന്നുണ്ട്. അതായത് അത് സ്ത്രീകളാണ് ചെയ്യുന്നത്. മുറം കൊട്ടുക, പാത്രങ്ങൾ കൊട്ടുക, അല്ലെങ്കിൽ വലിയ ഡ്രമ്മൊക്കെ ഉണ്ടെങ്കിൽ അത് കൊട്ടിയിട്ട് ശബ്ദമുണ്ടാക്കി വിടുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. ഒരു വേള ഈ ശബ്ദമുണ്ടാക്കി വിടുന്ന രീതി പിന്നീട് കാലാന്തരത്തിൽ മാറി അത് പടക്കം പൊട്ടിക്കലായിട്ട് ശബ്ദമുണ്ടാക്കുന്നതായിട്ട്, അതൊക്കെ രാത്രിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ രാത്രി ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ വൈകുന്നേരം സന്ധ്യാകാലത്ത് ലക്ഷ്മി പൂജനത്തെക്കുറിച്ച് ഹേമാദ്രി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, ദീപാൻ ദത്വാ പ്രദോഷേതു ലക്ഷ്മീം പൂജ്യ യഥാവിധി സ്വലങ്കൃതേന ഭോക്തവ്യം സിതവസ്ത്രോപശോഭിന. അപ്പോൾ വീട്ടിൽ എല്ലാവരും ശുദ്ധമായി കുളിച്ച് വൃത്തിയായി സന്ധ്യാസമയത്ത് ദീപം കൊളുത്തി ലക്ഷ്മീ പൂജനം ചെയ്ത്, ലക്ഷ്മീ പൂജനത്തിൻ്റെ സങ്കല്പവിധി ഞാൻ തുടർന്ന് പറയുന്നുണ്ട്, ചെയ്ത് സ്വയം നന്നായിട്ട് അലങ്കൃതമായിട്ട്, അതായത് സ്ത്രീകളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള മേക്കപ്പൊക്കെ ചെയ്ത്, അതിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന മേക്കപ്പൊക്കെ ചെയ്ത് വെളുത്ത വസ്ത്രം ഉടുക്കണമെന്നാണ്. വെളുത്ത വസ്ത്രം നമ്മുടെ ശുദ്ധതയുടെ ലക്ഷണമായിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ, ശുദ്ധമായിട്ടുള്ള വസ്ത്രങ്ങൾ, പട്ടുവസ്ത്രങ്ങളും വെളുത്ത വസ്ത്രങ്ങളും ഒക്കെ ഉടുക്കാം. നമ്മൾ ആഘോഷ ദിവസങ്ങളിലോ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ഉടുക്കുന്ന വസ്ത്രങ്ങൾ, നേരിയ വസ്ത്രങ്ങളൊക്കെ ഉടുക്കാം. യഹ് കുര്യാത് കാർത്തികേ മാസേ ശോഭനാം ദീപമാലികാം ഘൃതേന ച ചതുർദശ്യാം അമായാം ച വിശേഷതഃ. അപ്പോൾ ആ ദിവസങ്ങളിൽ, ഈ ദിവസം ചതുർദശിക്ക് നമ്മൾ ദീപം കൊളുത്തി, അതുപോലെ അമാവാസ്യയ്ക്കും ദീപം കൊളുത്തുന്നത് വളരെ പ്രധാനമാണ്. അതിൽ ഘൃതം കൊണ്ട്, നെയ്യ് കൊണ്ട് തന്നെ ദീപം കൊളുത്താൻ കഴിഞ്ഞാൽ വളരെ ഉത്തമം. അപ്പോൾ നെയ്യൊക്കെ വളരെ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല ചിലവൊക്കെ ഉണ്ടാവും. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് തൈലം കൊണ്ട്, അതായത് എള്ളെണ്ണ കൊണ്ട് ദീപം കൊളുത്താം, വെളിച്ചെണ്ണ കൊണ്ടും ദീപം കൊളുത്താം. അതും ശുഭമായിട്ട്, നെയ്യോളം തന്നെ ഫലവത്തായിട്ടാണ് വെളിച്ചെണ്ണയും പറയുന്നത്. എന്താണ് അതിൻ്റെ ഫലം എന്ന് പറയുന്നത്? ബ്രഹ്മപുരാണത്തിൽ ഇങ്ങനെ പറയുന്നു, യാവദ്ദീപപ്രസംഖ്യാതു ഘൃതേന ആപൂര്യബോധിത യാവദ് യുഗസഹസ്രാണി സ്വർഗലോകേ മഹീയത്തെ. അതാണ് അതിൻ്റെ ഫലം. അത് ഫലസ്തുതിയായിട്ട് പറയുന്നു. എത്ര ദീപം നമ്മൾ കൊളുത്തി പ്രാർത്ഥിക്കുന്നുവോ അത്രയും ജന്മങ്ങൾ സുഖമായിട്ട് സ്വർഗസുഖം അനുഭവിക്കാൻ കഴിയും. അങ്ങനെയാണ്. അപ്പോൾ ഓരോ ദീപത്തിൻ്റെയും ആ സ്തുതിഫലം എന്ന് പറയുന്നത് ഓരോ ജന്മങ്ങളാണ്, സുഖമായിട്ടുള്ള ജന്മങ്ങളാണ്. അപ്പോൾ പാപം നശിച്ച് ആ ജന്മത്തിലേക്ക് നമുക്ക് നല്ല നല്ല ജന്മങ്ങൾ കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി തുടർന്ന് ഈ സങ്കല്പവിധി എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടതെന്നുള്ളത് അല്പം വിസ്തരിച്ച് പറയാം. ആദ്യം ഓങ്കാരത്തോടു കൂടി സങ്കല്പം ചെയ്യുക. അതായത് 3 പ്രാവശ്യം വിഷ്ണു മന്ത്രം പറഞ്ഞ് സാധാരണ അമ്പലത്തിലൊക്കെ ചെയ്യുന്നൊരു സങ്കല്പ രീതിയുണ്ട്. ആ സങ്കല്പ രീതിയിൽ സങ്കല്പം ചെയ്യുക. 3 പ്രാവശ്യം വിഷ്ണു നാമം ചൊല്ലി മമ സർവ ആപച്ഛാന്തിപൂർവക ദീർഘായുഷ്യ ബലപുഷ്ടി നൈരുച്യാദി സകല ശുഭഫലപ്രാപ്ത്യർത്ഥം ഇഷ്ട ഐശ്വര്യാദി സകല സമ്പദാമുത്തരോത്തര അഭിവൃദ്ധ്യർത്ഥം ശ്രീ മഹാലക്ഷ്മീ പ്രസാദ സിദ്ധ്യർത്ഥം ആശ്വിനം അമാവാസ്യായാം ദീപാവല്യാം
സുഖരാത്ര്യാം ഇന്ദ്രകുബേരസഹിത ശ്രീലക്ഷ്മീ പൂജനം കരിഷ്യേ, ശ്രീ മഹാലക്ഷ്മി പൂജനം കരിഷ്യേ എന്നാണ് സങ്കല്പം ചെയ്യേണ്ട വിധാനം. അപ്പോൾ ഇത് പറഞ്ഞ് സങ്കല്പിക്കേണ്ട രീതിയിൽ അത് സങ്കല്പിക്കുക. കയ്യിൽ ജലമെടുത്ത് ആണ് ആ സങ്കല്പം ചെയ്യുക. കൈക്കുമ്പിളിൽ ജലമെടുത്ത് അത് വലത് കൈയിലെടുത്ത് ഇടത് കൈ കൊണ്ട് അത് അടച്ചു പിടിച്ചിട്ടാണ് സങ്കല്പം ചെയ്യുക. അപ്പോൾ ആ വിധി അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ കൈക്കുമ്പിളിൽ ജലമെടുത്ത് ഈ സങ്കല്പ ഭാഗം പറഞ്ഞ് അത് താഴേക്ക് ഒഴിക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം പൂജ ചെയ്യേണ്ടത് എവിടെയാണ് ഈ പൂജ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്ക് പ്രത്യേക സ്ഥലം, പൂജാസ്ഥലം ഉണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത് ഗൃഹത്തിൻ്റെ മധ്യഭാഗത്ത് നമ്മൾ ആരൂഢം എന്ന് പറയുന്ന ഗൃഹത്തിൻ്റെ ആരൂഢ ഭാഗത്ത്, അല്ലെങ്കിൽ പൂജാഗൃഹത്തിലും ആകാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ശുദ്ധസ്ഥാനത്ത് ഒരു വേദി പോലെ ചെറുതായിട്ടൊരു പീഠം പോലെ വച്ച്, നമ്മുടെ പലകയോ ഇരിക്കുന്ന പലക ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ഒരു പലക, ഒരു ചെറിയ പീഠം പോലെ അങ്ങനെ അവിടെ വച്ചിട്ട്, വിളക്കൊക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന പോലത്തെ പലക വച്ചിട്ട് അതിൽ അരി കൊണ്ട് അഷ്ടദളം ഇടണം. അപ്പോൾ അഷ്ടദളം ഇടാമറിയാമെങ്കിൽ അങ്ങനെ ചെയ്യുക. അത് ഇടാൻ അറിയില്ല എങ്കിൽ അരി നമ്മൾ അവിടെ ഇങ്ങനെ കൂട്ടി വെച്ച് അതിനെ ഒന്ന് വട്ടത്തിൽ പരത്തി വച്ചതിന് ശേഷം അതിൽ 3 ഭാഗത്തായിട്ട് 3 ദേവതകളെ സങ്കല്പിക്കണം നമുക്കിവിടെ. ഇന്ദ്രനും കുബേരനും ലക്ഷ്മിയും. അപ്പോൾ ലക്ഷ്മി ദേവിയെ നടുക്കായിട്ടും ഇന്ദ്രനെയും കുബേരനെയും വലതും ഇടതുമായിട്ട് സങ്കല്പിച്ച് അവിടെ ഓരോരോ അരി തന്നെ അങ്ങനെ കൂട്ടി വയ്ക്കുക. ഒരു ചെറിയ ഒരു കൂമ്പാരം പോലെ ഇങ്ങനെ 3ആയിട്ട് കൂട്ടിവയ്ക്കുക, ഒരു സങ്കല്പം എന്നുള്ള രീതിയിൽ. അപ്പോൾ ലക്ഷ്മിക്കും കുബേരനും അതുപോലെ ഇന്ദ്രനും സ്ഥാനം എന്നുള്ള രീതിയിൽ കൽപ്പിച്ചുകൊണ്ട് പിന്നെ പൂജ ചെയ്യുക. ഓരോരുടെയും പ്രാർത്ഥന പറഞ്ഞ് നമസ്കരിച്ച് ഒരിടത്ത് അവിടെ ഇരുന്ന് സമാധാനത്തിൽ ആദ്യം പ്രാർത്ഥിക്കുക. അക്ഷതവും പുഷ്പവും ജലവുമൊക്കെ കയ്യിലെടുത്ത് നമസ്തേ സർവദേവാനാം വരദാസി ഹരേ പ്രിയേ യാഗതിസ്ത്വത്പ്രസന്നാനാം സാമേ ഭൂയാത് ത്വദർച്ചനാത് എന്നാണ് ശ്ലോകം. നമസ്തേ സർവദേവാനാം വരദാസി ഹരേ പ്രിയേ യാഗതിസ്ത്വത്പ്രപന്നാനാം സാമേ ഭൂയാത് ത്വദർച്ചനാത് എന്ന മന്ത്രം പറഞ്ഞ്, എന്ന ശ്ലോകം പറഞ്ഞ് ഓം ലക്ഷ്മിയൈ നമഃ എന്ന മന്ത്രം നമുക്കറിയാം. അതുകൊണ്ട് പൂജിക്കുക. ആ അക്ഷതവും പുഷ്പവും ഒക്കെ അവിടെ ഇടുക. അതുപോലെ തന്നെ ചെറിയ കുങ്കുമം കയ്യിലെടുത്ത് കുങ്കുമം ഇടുക. അതിന് ശേഷം കുങ്കുമവും പുഷ്പവും ഒക്കെ അർപ്പിച്ചതിന് ശേഷം ഒരു അഗർബത്തി കത്തിച്ച് ധൂപം കത്തിച്ച് ധൂപം കാണിക്കുക. അതുപോലെ ദീപം കത്തിച്ചിട്ടുണ്ടെങ്കിൽ ദീപം കാണിക്കുക. അങ്ങനെ പൂജ ചെയ്യുക. പിന്നെ ഒരു പ്രസാദമായിട്ട് എന്തെങ്കിലും പഴമോ എന്തെങ്കിലും അവിടെ സമർപ്പിക്കുക. ഇത്രയും സമർപ്പിച്ച് സാമാന്യ രീതിയിൽ ഏറ്റവും ചുരുക്കത്തിൽ ഇത് ചെയ്യാം. അവിടെ ഷോഡശോപചാര പൂജയൊക്കെ വിസ്തരിച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് ചെയ്യുക. എന്നതിന് ശേഷം ആദ്യം ലക്ഷ്മി പൂജ കഴിഞ്ഞു. അടുത്തത് ഇന്ദ്രപൂജയാണ്. ഇന്ദ്രപൂജയ്ക്ക് ഒരു മന്ത്രം ഇതുപോലെയുണ്ട്. ഐരാവത സമാരൂഢോ വജ്രഹസ്തോ മഹാബലഃ ശതയജ്ഞാധിപോ ദേവസ്തസ്മാ ഇന്ദ്രായ തേ നമഃ. അപ്പോൾ ഇന്ദ്രായ തേ നമഃ എന്നുള്ളത് മന്ത്രം, ഇന്ദ്രായ നമഃ എന്നുള്ളതും മന്ത്രം. അപ്പോൾ ഈ മന്ത്രം പറഞ്ഞ് നേരത്തെ ലക്ഷ്മിക്ക് ചെയ്തതുപോലെ തന്നെ പുഷ്പവും ദീപവും ധൂപവും ഒക്കെ കാണിച്ച് ഒരു പഴവും വെച്ച് ആ അരിയുടെ മുകളിൽ തന്നെയുള്ള അവിടെ സങ്കല്പിച്ച് പൂജിക്കുക. അപ്പോൾ ഇന്ദ്രപൂജയായി. അടുത്തത് കുബേര പൂജയാണ്. ധനദായ നമസ്തുഭ്യം നിധി പത്മാധിപായ ച ഭവന്തു ത്വത്പ്രസാദാത്മേ ധനധാന്യാദി സമ്പതഃ. ധനദായ നമസ്തുഭ്യം നിധി പത്മാധിപായ ച ഭവന്തു ത്വത്പ്രസാദാത്മേ ധനധാന്യാദി സമ്പതഃ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
കുബേരമന്ത്രം ഓം കുബേരായ നമഃ എന്ന മന്ത്രം ചൊല്ലി നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ പൂജാ അർച്ചനകളൊക്കെ അങ്ങനെ തന്നെ ചെയ്യാം. എന്നിട്ട് അവസാനം കർപ്പൂര നീരാഞ്ജനം ചെയ്യാൻ കഴിയുമെങ്കിൽ കർപ്പൂരം കത്തിച്ച്, മണിയുണ്ടെങ്കിൽ മണിയടിച്ച് കർപ്പൂരം കത്തിച്ച് പൂജിക്കാം. ശംഖൊക്കെ ഉണ്ട്, ശംഖ വിളിക്കാനൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ശംഖ് ഊതുന്നത് നല്ലതാണ്. അപ്പോൾ ശംഖൂതി കർപ്പൂരം കത്തിച്ച് പൂജ ചെയ്യുക. പൂജ ചെയ്തിട്ട് അവസാനം നമസ്കാരമാണ്. അപ്പോൾ നമസ്കാരത്തിന് മുമ്പ് പ്രദക്ഷിണ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ എവിടെയാണോ ഇത് വച്ചത്, ഇപ്പോൾ നമ്മൾ ആരൂഢത്തിൻ്റെ നമ്മളെ വീടിൻ്റെ മധ്യഭാഗത്തെ വലിയ റൂമിലാണെങ്കിൽ അതിന് ചുറ്റും പ്രദക്ഷിണ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ നിന്നുകൊണ്ട് പ്രദക്ഷിണ ചെയ്യാം. അപ്പോൾ ദേവിക്ക് സാധാരണ രീതിയിൽ ഒരു പ്രദക്ഷിണ മതി എന്നാണ്. അപ്പോൾ ഒരു പ്രദക്ഷിണ ചെയ്ത് നമസ്കരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന കൂടി ചേർക്കണം. വിശ്വരൂപായ ഭാര്യാസി, വിശ്വരൂപസ്യ ഭാര്യാസി പത്മേ പത്മാലയേ ശുഭേ മഹാലക്ഷ്മീ നമസ്തുഭ്യം സുഖരാത്രിം കുരുഷ്വമേ. ഇതാണ് ഈ ദീപാവലിക്ക് സുഖരാത്രി എന്ന് പേര് വരാൻ കാരണം. ഇത് ശാസ്ത്രങ്ങളിൽ വന്നതുകൊണ്ട്, പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഈ പേര് വന്നു. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള പൂജ എന്ന് പറയുന്നത് ഈ ലക്ഷ്മി പൂജയാണ്. അപ്പോൾ വിശ്വരൂപസ്യ ഭാര്യാസി പത്മേ പത്മാലയേ ശുഭേ മഹാലക്ഷ്മി നമസ്തുഭ്യം സുഖരാത്രിം കുരുഷ്വമേ. ഇത് സന്ധ്യാസമയത്താണ്. അപ്പോൾ ഈ പൂജ നടക്കുന്ന സമയത്ത് തന്നെ ദീപം കത്തിക്കൽ പരിപാടിയും അവിടെ നടന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ദീപം കത്തിക്കാൻ കുട്ടികളൊക്കെ അവിടെ ദീപം കത്തിക്കാനായിട്ട് നിൽക്കുക, ദീപം കത്തിക്കുക, ഈ പൂജ ചെയ്യുക. പൂജ ചെയ്ത് കഴിഞ്ഞ് വേണം പിന്നെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ആ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും തുടർന്ന് വരും. പിന്നെ അത് രാത്രി വരെ തുടരുമെന്നുള്ളതാണ്. അർദ്ധരാത്രി വരെയാണെന്ന് പറയുന്നത്. അർദ്ധരാത്രി കഴിഞ്ഞാൽ ഈ പടക്കം പൊട്ടിക്കലൊക്കെ സമാപിക്കും. അങ്ങനെയാണ് നമ്മൾ നാട്ടിൽ ഒക്കെ ആഘോഷിക്കാറ്. അത് പിന്നെ വടക്ക് ഭാഗത്തോട്ട് അത്ര കുറവാണെങ്കിലും തെക്ക് ഭാഗത്തോട്ട് ആ രീതിയിൽ അങ്ങനെ ആഘോഷിക്കാറുണ്ട്. അങ്ങനെ ഇവിടെ നമസ്കാരം ചെയ്ത് സമർപ്പിച്ച് പിന്നെ ആ പ്രസാദമായിട്ട് വച്ച പഴം എന്താണോ അവിടെ നിവേദിച്ചത് ആ നിവേദ്യപ്രസാദം എടുക്കുന്നു. നിവേദ്യപ്രസാദം എടുത്ത് എല്ലാവരും വീതിച്ച് കഴിക്കുന്നു. സാധാരണ നമ്മൾ പ്രസാദം കഴിക്കുന്ന ഭക്തിയോടുകൂടി അവിടെ തന്നെ അത് വീതിച്ച് കഴിക്കുന്നു. എന്നിട്ട് പിന്നെ ദീപം കൊളുത്തുക. ദീപം കൊളുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിരാഗ് കത്തിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാർ മെഴുകുതിരിയൊക്കെ കത്തിക്കാറുണ്ട്. മെഴുകുതിരിയൊന്നും നമ്മുടെ ശാസ്ത്രീയമായ രീതിയിൽ ദീപത്തിൽ പെടില്ല. കാരണം അതിൽ നിന്നുണ്ടാകുന്ന കാർബണും മറ്റും നമുക്ക് യോഗ്യമായിട്ടുള്ള അല്ല അത്രയും അധികം നമ്മൾ വീട്ടിൽ കത്തിക്കുമ്പോൾ. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുള്ളത് തന്നെയാണ് ഉത്തമമായിട്ടുള്ളത്. അപ്പോൾ എത്ര ഏറെ കത്തിക്കാൻ കഴിയുമോ അപ്പോൾ അത് വീടിൻ്റെ മുൻവശത്തും ദീപമാലയായിട്ട് കത്തിക്കുക. മാലായുടെ ആകാരത്തിൽ കത്തിക്കുക മുൻഭാഗത്ത്. അതുപോലെ തന്നെ അടുക്കളയിൽ പൂജിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അടുക്കളയിൽ, അതുപോലെ തന്നെ ഗോശാല ഉണ്ടെങ്കിൽ അവിടെ, പിന്നെ വിശിഷ്ടമായിട്ടുള്ള അതായത് തുളസിത്തറയുണ്ടെങ്കിൽ തുളസിത്തറയിൽ, ഇങ്ങനെയുള്ള വിശിഷ്ടമായിട്ടുള്ള സ്ഥാനങ്ങളിലെല്ലാം ദീപം കത്തിക്കുക. നമ്മുടെ പുസ്തകത്തിൽ ലൈബ്രറി പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് അടുത്തായിട്ട് എവിടെയൊക്കെ നമുക്ക് കത്തിക്കാൻ പറ്റുമോ അവിടെയൊക്കെ നോക്കി കത്തിക്കാവുന്നതാണ്. അപ്പോൾ മുൻഭാഗത്തും പിൻഭാഗത്തും ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നു. അത്രയും എന്തായാലും ഉണ്ടാകുക. ബാക്കി അടുക്കളയിലും ആ ഐശ്വര്യത്തിൻ്റെ ഭാഗമായിട്ട് അത് കത്തിക്കുന്നു. അപ്പോൾ ഇത് ദീപം കത്തിച്ച് സമാപിക്കുന്നു. അതാണ് ഈ സന്ധ്യാകാലത്തേക്കുള്ള ഒരു പ്രത്യേകത. ഇനി ഈ ദിവസം തന്നെ ചില സംസ്ഥാനങ്ങളിൽ, നമ്മുടെ ഭാരതത്തിൽ തന്നെ ആഘോഷങ്ങളുടെ പല രീതികളുണ്ട്. അതിൽ പശ്ചിമ ബംഗാളിലും ആ പ്രാന്തങ്ങളിലുമൊക്കെ, അതായത് ആസാം, ത്രിപുര, പശ്ചിമ ബംഗാൾ ഇങ്ങനെ ഉള്ള സംസ്ഥാനങ്ങളിൽ അർദ്ധരാത്രിയിൽ, ഈ അമാവാസ്യയുടെ ദിവസം അർദ്ധരാത്രി അമാവാസ്യ ഉണ്ടെങ്കിൽ ആ ദിവസം, അതാണ് വളരെ വിശിഷ്ടമായിട്ടുള്ളത്, കാളികാ പൂജ ചെയ്യാറുണ്ട്. ഇതും ഭവിഷ്യപുരാണമനുസരിച്ചും അതുപോലെ കാമാഖ്യതന്ത്രം എന്ന ഗ്രന്ഥമനുസരിച്ചും ഈ ദിവസം കാളികാ പൂജ ചെയ്യുന്നത് വളരെ വിശിഷ്ടമായിട്ട് പറയുന്നുണ്ട്. പ്രതിസംവത്സരം കുര്യാത് കാളികായ മഹോത്സവം കാർത്തികേതു വിശേഷേണ അമാവാസ്യ നിശാർദ്ധകെ എന്ന പ്രമാണമനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും നടപ്പില്ല.
അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചേർക്കേണ്ടതുമായിട്ടില്ല. കാരണം അത് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നടക്കുന്നത്. ഉത്തരേന്ത്യയിലും ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. കൂടുതലും ഈ ബംഗ്ലാദേശ് രാജ്യത്തുനിന്ന് ഉള്ള ബംഗാളികളും അതുപോലെ ആ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇത് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അർദ്ധരാത്രിയിലാണ് ആ പൂജ ചെയ്യുന്നത്. നമ്മൾ ദേവീ പൂജ ചെയ്യുന്ന, ഭഗവതി സേവയൊക്കെ ചെയ്യുന്ന അതേ ഭാവത്തിലുള്ള ഒരു വിസ്തൃതമായിട്ടുള്ള പൂജയാണ് ഈ ദിവസം ചെയ്യുന്നത്. അതവിടെയുണ്ട്. പിന്നെ അടുത്ത ഒരു പ്രധാനമായിട്ടുള്ള കാര്യം ഇത് സംബന്ധിച്ച് പറയേണ്ടത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ രാത്രിയിൽ, അർദ്ധരാത്രി വരെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും ഒക്കെ നടക്കണം എന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ അതിൻ്റെ ഒരു ക്രിയ, ഒരു സമാപ്തി എന്ന് പറയുന്നത് അലക്ഷ്മി നിസാരണം എന്ന് പറയുന്നതാണ്. അപ്പോൾ ലക്ഷ്മി പൂജ കഴിഞ്ഞു. ആ പടക്കം പൊട്ടിക്കലുമൊക്കെ ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ഭാഗമാണ്. സന്തോഷത്തോടൊപ്പം തന്നെ ദോഷങ്ങൾ മാറ്റാനാണ്. അലക്ഷ്മിയെ അല്ലെങ്കിൽ ജ്യേഷ്ഠാദേവിയെ, ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ പടക്കം പൊട്ടിക്കൽ നടത്തുന്നത്. അപ്പോൾ അത് ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഈ പടക്കം പൊട്ടിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അതങ്ങനെ തന്നെ ശാസ്ത്രങ്ങളിൽ എവിടെയും പറഞ്ഞു കാണുന്നില്ല. പക്ഷേ അതിന് പകരമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഭവിഷ്യപുരാണത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, ഏവം ഗതേ നിശീധേതു ജനേ നിദ്രാർദ്ധലോചനെ താവൻ നഗരനാരീഭി ശൂർപ്പഡിണ്ടിമവാദനൈ നിഷ്കാസ്യതേ പ്രകൃഷ്ടാഭിർ അലക്ഷ്മീ സ്വഗൃഹാങ്കണാത്. അപ്പോൾ ഈ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ പ്രമാണം എന്താണെന്ന് ഞാൻ ഒരുപാട് തിരഞ്ഞു. കഴിഞ്ഞ കുറേ കാലമായിട്ട് അത് തിരയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ എന്ന്. പക്ഷേ ഇതുവരെയും അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇതൊരു പ്രമാണമുണ്ട്. അതായത് എന്താണ് അവിടെ ചെയ്യുന്നത്? ഓരോ ഗൃഹിണിമാർ അന്നത്തെ ദിവസം, അമാവാസ്യ ഈ ദീപാവലിയുടെ അന്നത്തെ രാത്രി ദിവസം നിശാർദ്ധം എന്ന് പറയുമ്പോൾ 12 മണിയോളം ആവുമ്പോൾ, 11:30 കഴിഞ്ഞ് 12:30 വരെയുള്ള ആ സമയത്തെയാണ് നിശാർദ്ധം എന്ന് നമുക്ക് പറയാവുന്നത്. ആ സമയത്ത് ഉറക്കം വന്നിരിക്കുന്നൊരവസ്ഥയാവുമല്ലോ. അപ്പോൾ ആ ഉറക്കം വന്നിരിക്കുന്ന ആ ഭാവത്തിൽ തന്നെ നഗരവാസികളായിട്ടുള്ള നാരീഭിഹി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അവർ ശൂർപ്പഡിണ്ടിമവാദനൈഹി. ശൂർപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുറമാണ്, അരിയൊക്കെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന മുറം എന്ന് പറയുന്ന അത് മുറവും, അതുപോലെ തന്നെ നമ്മൾ വാദ്യങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രമ്മുകളൊക്കെ ഉണ്ടെങ്കിൽ അതും അങ്ങനെ ഉപയോഗിക്കാം. അത് പ്ലാസ്റ്റിക് ഡ്രം എന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം പ്ലാസ്റ്റിക് ഡ്രമ്മൊന്നും നമുക്ക് ഇതിൽ കരുതേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദ്യങ്ങൾ അങ്ങനെ കൊട്ടാൻ പറ്റിയത്, അല്ലെങ്കിൽ വലിയ പാത്രങ്ങൾ, കൊട്ടാൻ പറ്റുന്ന പാത്രങ്ങൾ കൊണ്ട് ശബ്ദമുണ്ടാക്കി, ഈ മുറത്തിലടിച്ചും ഇതുകൊണ്ടും ശബ്ദമുണ്ടാക്കി, പ്രകൃഷ്ടം നല്ല ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി അലക്ഷ്മിയെ സ്വഗൃഹാങ്കണത്തിൽ നിന്ന് ഓടിക്കുന്നു എന്നുള്ളൊരു ഭാവം. അപ്പോൾ അത് കൊണ്ട് പുറത്തിറങ്ങി ഈ ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ ചുറ്റും ചെയ്യുന്നൊരു രീതി. അപ്പോൾ ഇതാണ് പിന്നീട് അതിന് പകരമായിട്ട് പടക്കം പൊട്ടിക്കലായിട്ട് മാറിയത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ പിന്നീട് അത് വെടിമരുന്നും മറ്റുമൊക്കെ വന്ന ആ സമയത്ത് ഈ ശബ്ദം ഉണ്ടാക്കുന്ന രീതി പണ്ടുണ്ടായിരുന്നു. ആ ശബ്ദം ഉണ്ടാക്കുന്നതോടുകൂടി ഇതും ശബ്ദമായിട്ട് മാറി. അങ്ങനെ ആയിരിക്കണം അത് അമ്പലങ്ങളിലൊക്കെ വന്നത്. ഈ അമ്പലങ്ങളിലുമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന വെടിവയ്പ്പും മറ്റുമൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിനൊന്നും ഒരു പൗരാണിക ശാസ്ത്ര സംബന്ധമായിട്ടുള്ളൊരു പ്രമാണം എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പലരോടത്തും ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അതങ്ങനൊരു പ്രമാണം വ്യക്തമായിട്ടില്ല. പക്ഷേ അത് ഇതിന് പകരം വന്നതായിട്ടുള്ള കാര്യമാവാനാണ് സാധ്യത. അപ്പം അങ്ങനെ അത് ഒരു ഭാഗമായിട്ട് ഇവിടെ ചെയ്യുന്നു. പിന്നെ ഈ നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ വിശദമായിട്ട് പറയുമ്പോൾ അത് കാണാൻ കഴിയുന്നത് വ്യാപാരി വ്യവസായികൾ അവരുടെ പുതിയ കണക്കുകൾ തുടങ്ങുന്നത്, അതായത് പുതിയ കണക്ക് ബുക്ക് തുടങ്ങുന്നത്, പുതിയ കണക്കെഴുത്ത് തുടങ്ങുന്നതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പലതും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വിഷുവിനൊക്കെയാണ്, വിഷു സമയത്താണ് അങ്ങനെ ചെയ്യാറ്. പക്ഷേ ഇവിടെ ഈ അമാവാസ്യ, ഈ ദീപാവലി കഴിഞ്ഞ് അടുത്ത ദിവസം തൊട്ട് ഈ പുതിയ ബുക്ക് ഉപയോഗിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബുക്കിനൊരു പൂജയൊക്കെ ഉണ്ടാവും. അങ്ങനെ അവിടെ ഗന്ധാക്ഷതങ്ങളൊക്കെ വച്ച് ഈ പുതിയ കണക്കെഴുത്ത് ബുക്ക്
ഇപ്പോഴൊക്കെ കമ്പ്യൂട്ടറിലാണ്. അപ്പോൾ കമ്പ്യൂട്ടറാണെങ്കിൽ കമ്പ്യൂട്ടറിൽ തന്നെ പൂജിക്കേണ്ടി വരും. അത് പണ്ട് കണക്കെഴുത്ത് ബുക്കാണല്ലോ, അത് കണക്ക് ബുക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വ്യാപാര വ്യവസായങ്ങൾ കട നടത്തുന്നവരോ അല്ലാത്തവരോ എല്ലാവർക്കും ആവാം അത്. അപ്പോൾ ധനദായ നമസ്തുഭ്യം നിധി പത്മാധിപായ ച എന്നൊക്കെയുള്ള മന്ത്രം ചൊല്ലി ഭവന്തു ത്വത്പ്രസാദാത്മേ ധനധാന്യാദി സമ്പദഃ എന്ന് കുബേരനെ പ്രാർത്ഥിച്ചുകൊണ്ട്, കുബേരനാണല്ലോ കണക്കിൻ്റെ ആൾ, അപ്പോൾ കുബേരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ കണക്കിൻ്റെ പുസ്തകമൊക്കെ ഒന്ന് പൂജിക്കുന്ന രീതി കൂടി ഇവിടെ ചേർത്ത് പറയാനുണ്ട്. അപ്പോൾ ഇത്രയുമാണ് അമാവാസ്യ സംബന്ധിച്ച്, അതായത് മുഖ്യമായിട്ടുള്ള ദീപാവലിയെ സംബന്ധിച്ച്. ഇനി ദീപാവലിയുടെ അടുത്ത ദിവസം, അതായത് കാർത്തിക ശുക്ലപക്ഷ പ്രതിപദ ദിവസം, അന്നത്തെ ദിവസത്തെ മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അന്നാണ് മഹാബലി പൂജ ചെയ്യുന്നത്. ഗോവർദ്ധന പൂജ എന്ന് വളരെ പ്രസിദ്ധമാണ്, വൃന്ദാവനത്തിലുമൊക്കെ വളരെ പ്രസിദ്ധമാണ്. അത് ചെയ്യേണ്ടത്. മാർഗപാലികാ ബന്ധനം എന്ന് പറയുന്ന ഒരു ക്രിയയുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം, അതിനെ ഞാൻ പരിചയപ്പെടുത്താം. അന്നകൂടം എന്ന് പറയുന്നത്, പിന്നെ വഷ്ടികാകർഷണം, ഇങ്ങനെ ഒരു 5 ക്രിയകളാണ്, 5 കർമ്മങ്ങളാണ് ഈ കാർത്തിക ശുക്ല പ്രതിപദയ്ക്ക് ചെയ്യാവുന്നത്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന കർമ്മങ്ങളുമായിട്ടൊന്ന് നോക്കുമ്പോൾ, ഒന്ന് തുലനം ചെയ്ത് നോക്കുമ്പോൾ, നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ, ഇത് നമ്മുടെ ഓണത്തിന് ചെയ്യുന്ന ക്രിയകളുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ക്രിയകളാണ്. അങ്ങനെ ചേർന്ന് പോകുന്ന ക്രിയകളായിട്ടാണ് കാണുന്നത്. അതിൽ ബലിപൂജ, മഹാബലിയുടെ പൂജ, അത് നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ എഴിച്ച് അഭ്യംഗ സ്നാനമൊക്കെ കഴിഞ്ഞ് എണ്ണ തേച്ച് കുളി കഴിയാതെ, ഞാൻ പറഞ്ഞല്ലോ ഇത് തുടർന്ന് ഈ ദിവസങ്ങളിലെല്ലാം ഉണ്ടാവേണ്ടതാണ്. അത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ സമയത്ത് ശരീരത്തിൻ്റെ ഈ കാലാവസ്ഥയുടെ മാറ്റം വരുന്നത് കൊണ്ട് ശരദ് ഋതു, അത് കഴിഞ്ഞാൽ ശിശിര ഋതുവൊക്കെ വരുന്നു. അപ്പോൾ ആ സമയത്ത് ശരീരത്തെ തയ്യാറാക്കാൻ കൂടിയൊക്കെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൽ ബലിപൂജ രാത്രി സമയത്താണ് പറയുന്നത്. അന്നത്തെ ദിവസം രാവിലെ സ്നാനാദികൾ ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ വ്രതം ആചരിക്കുന്നു. നമ്മൾ അടുത്ത ദിവസം വരെ, ഇനി പറയാൻ പോകുന്ന ഭ്രാതൃദ്വിതീയ എന്ന് പറയുന്ന ദിവസം വരെയാണ് ഈ 5 ദിവസത്തെ വ്രതമുള്ളത്. അപ്പോൾ ബലിപൂജ ചെയ്യുന്നു. ബലിപൂജയ്ക്ക് പ്രാർത്ഥനയായിട്ട് പറയാവുന്നത് കൃത്വായേതത് സർവമേവേഹ രാത്രോ ദൈത്യപദേർബലേഹേ പൂജാം കുര്യാത് നൃപഃ സാക്ഷാത് ഭൂമൗ മണ്ഡലകേ ശുഭേ ഗൃഹസ്യ മധ്യേ ശാലായാം വിശാലായാം തദോർച്ചയത് ലോകശ്ചാപി ഗൃഹസ്യാന്തഃ ശയ്യായാം ശുക്ലതണ്ഡുലൈഃ സംസ്ഥാപ്യ ബലിം രാജാനം ഫലൈ പുഷ്പൈസ്തു പൂജയേത്. അപ്പോൾ വാമന പുരാണത്തിലും എവിടെയാണോ നമ്മുടെ ഓണം സംബന്ധിച്ച കഥ വരുന്നത് ആ പുരാണത്തിൽ തന്നെയാണ്. ഭവിഷ്യോത്തര പുരാണത്തിൽ, അതുപോലെ മറ്റ് സ്ഥാനങ്ങളിലൊക്കെ മഹാബലിയുടെ കഥ വരുന്നിടത്തൊക്കെ ഈ പൂജയെക്കുറിച്ചുണ്ട്. അപ്പോൾ ഈ ദിവസം വിശിഷ്ടരായിട്ടുള്ളത്, അന്ന് രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ രാജാക്കന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. അവരിത് കൃത്യമായിട്ട് ഈ പൂജ ചെയ്തിരിക്കണം. കാരണം മഹാബലി ഒരു മഹാരാജാവ് കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം തന്നെ രാജാക്കന്മാരിൽ എന്നും സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ട ചരിത്രമായിട്ടാണ് പറയപ്പെടുന്നത്. അത്ര ഏറെ ഉദാരനായിട്ടുള്ള രാജാവായിരുന്നു. പ്രജകളെ അങ്ങേ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. നമുക്ക് പ്രത്യേകിച്ച് മലയാളികളോട് ഇതിനെക്കുറിച്ച്, മഹാബലിയുടെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഓർമ്മയിൽ വരുത്തിക്കൊണ്ടാണ് ഒരു വിസ്തരിച്ച ഗൃഹത്തിൻ്റെ ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്ത്, അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മുടെ കോർട്ട്യാർഡ് മുറ്റത്ത് എന്നൊക്കെ നമുക്ക് പറയാം, മുറ്റത്താവാം അല്ലെങ്കിൽ വരാന്തയിലാവാം, അവിടെ ഒരു സ്ഥാനമുണ്ടാക്കി അവിടെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അരിപ്പൊടി കൊണ്ട് ഒരു രൂപമുണ്ടാക്കി, അതായത് ഒരു രാജാവിൻ്റെ പോലെ രൂപമുണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ ഏകദേശം നമ്മൾ മഹാബലിക്ക് കളമിടുന്നതും ആ കളമിടുമ്പോൾ അതിൽ രൂപം വരുത്തുന്നതും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ രൂപമുണ്ടാക്കി, മഹാബലിയുടെ രൂപമുണ്ടാക്കി അവിടെ പൂജ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓണക്കാലത്തിൻ്റെ ഒരു സമയം നമ്മൾ നോക്കുമ്പോൾ, തിഥിയും നക്ഷത്രവും ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ, ആ ഓണത്തിൻ്റെ അടുത്ത ദിവസമോ അപ്പുറത്തെ ദിവസമോ തിരുവോണം നാളും അതുപോലെ ദ്വാദശിയും വരുന്നത്, ഇത് രണ്ടും
വാമന ജയന്തിയുടെ ദിവസമാണ്. അപ്പോൾ അവിടെ വാമന ജയന്തിയും ഇവിടെ മഹാബലി പൂജയും രണ്ടും വ്യക്തമായിട്ട് ഭിന്നമായിട്ട് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇതെപ്പോഴോ ഒരു കാലത്ത് ഇത് രണ്ടും ഒരുമിച്ചായി അതിൻ്റെ നമ്മുടെ ഓണചരിത്രമൊക്കെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കളമിട്ട് പൂജിക്കുന്നത്, അതായത് പൂക്കളം ഇടുന്നതും നമ്മുടെ അവിടെ പൂജ ചെയ്യുന്നതും ഒക്കെ പണ്ട് കാലം തൊട്ട് ഈ രീതിയിലുള്ള പൂജാരീതി ആയിട്ട് അവിടെ വാമന ഭഗവാനെയാണ് പൂജിച്ചിരുന്നത് എന്നുള്ളത് പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നത്തെ കാലത്ത് അതിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ആർക്കും അറിയില്ല. അപ്പോൾ അതിന് ചില വിവാദങ്ങളൊക്കെ ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ വാസ്തവത്തിൽ പ്രാമാണികമായ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഈ ഓണസംബന്ധമായിട്ട് ഞാൻ വേറെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പൂജാ രീതി ഇവിടെ പറയുന്നുണ്ട്. എന്നിട്ട് പഞ്ചോപചാരങ്ങൾ കൊണ്ടോ ഷോഡശോപചാരങ്ങൾ കൊണ്ടോ പൂജിക്കാം. പൂജിക്കുന്ന സമയത്ത് ചൊല്ലേണ്ട മന്ത്രം ബലിരാജ നമസ്തുഭ്യം വിരോചന സുതപ്രഭോ ഭവിഷ്യേന്ദ്ര സുരാരാതേ പൂജേയം പ്രതിഗൃഹ്യതാം എന്നാണ് പ്രാർത്ഥന. അങ്ങനെ ബലിയെ ഉദ്ദേശിച്ച് ആ പൂജ ചെയ്യുന്നതെല്ലാം വിഷ്ണുപ്രീതികരം ഭവേത് എന്നും പുരാണത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം ഭഗവാന്റെ വലിയ ഭക്തനായി തീർന്നു മഹാബലി. ആ മഹാബലിയെ പൂജിക്കുന്നത് വിഷ്ണു ഭഗവാന് പ്രീതികരമായിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പൂജ ചെയ്താൽ ഈ ഒരു പൂജ ചെയ്താൽ ഒരു വർഷം മുഴുവൻ അതിൻ്റെ പുണ്യഫലം നിൽക്കും എന്നുകൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ വിശിഷ്ടമാണ് ഈ പൂജ, കാർത്തിക ശുക്ല പ്രതിപദയ്ക്ക് ബലിയുടെ പൂജ. പിന്നെ ഈ ദിവസം തന്നെ വേറെ ഇപ്പോൾ നേപ്പാൾ പോലുള്ള രാജ്യങ്ങളിലൊക്കെ അവിടെ ഈ ദ്യൂതക്രീഡ എന്ന് പറയുന്ന ഒരു പരിപാടി കൂടി ചെയ്യുന്നുണ്ട്. അതായത് നമുക്കറിയാമല്ലോ ചൂതുകളി എന്നുള്ള ഒരു ഇതിൽ അത് അവിടെ നടക്കാറുണ്ട്. അതിന് ചില പ്രമാണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഭാരതത്തിലും അതങ്ങനെ അധികം ഇല്ല, കേരളത്തിലും അങ്ങനെ ആർക്കും അതറിയില്ല അതിനെക്കുറിച്ച്. അപ്പോൾ ആ ദ്യൂതികളിയുടെ ഒരു ദിവസമായിട്ട് അതിനെ കണക്കാക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേക ചിട്ടയൊക്കെ വെച്ചത് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വരുന്ന രണ്ടാമത്തെ കാര്യമാണ് ഗോവർദ്ധന പൂജ. ഈ ഗോവർദ്ധന പൂജ, അപ്പോൾ ഈ ബലി പൂജ ചെയ്യുന്നത് ശരിക്കും വൈകുന്നേരമാണ്. അപ്പോൾ ഗോവർദ്ധന പൂജ ചെയ്യുന്നത് രാവിലെയുമാണ്. അത് ക്രമത്തിൽ പറയുമ്പോൾ ഗോവർദ്ധന പൂജയാണ് ആദ്യം വരിക. പ്രാതർ ഗോവർദ്ധനം പൂജ്യ ദ്യൂതം ചാപി സമാചരേത് ഭൂഷണീയാസ്തഥാഗാവഃ പൂജ്യാശ്ച അവാഹദോഹനാഹ. അപ്പോൾ രാവിലെ ഗോവർദ്ധനം ഉണ്ടാക്കി, ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ആകാരത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെ ഏറ്റവും പ്രിയമായിട്ടുള്ള കാര്യമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ സങ്കല്പം ചെയ്ത് ശ്രീകൃഷ്ണപ്രീത്യർത്ഥം ശ്രീ ഗോപാല ഗോവർദ്ധന പൂജാം കരിഷ്യേ എന്ന് തന്നെയാണ് സങ്കല്പം. അങ്ങനെ സങ്കല്പം ചെയ്ത് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ആകാരത്തിലൊരു രൂപമുണ്ടാക്കി, അത് ചാണകം കൊണ്ടാകാം, അല്ലെങ്കിൽ അരിപ്പൊടി കുഴച്ചിട്ട് അതുകൊണ്ടുണ്ടാക്കാം. അങ്ങനെ ഗോവർദ്ധനത്തിൻ്റെ രൂപമുണ്ടാക്കി അതിൽ പഞ്ചോപചാര പൂജകൾ അതിലാവാഹനം ചെയ്ത് പഞ്ചോപചാര പൂജകൾ ചെയ്യുന്നു. ഗന്ധപുഷ്പാദികൾ കൊണ്ട് ആവാഹന മന്ത്രവും പറയപ്പെട്ടിട്ടുണ്ട്. ബലിരാജോ ദ്വാരപാലോ ഭവാനദ്യ ഭവപ്രഭോ നിജവാക്യാർത്ഥനാർത്ഥായ ഗോവർദ്ധന ഗോപതേ. അപ്പോൾ ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആവാഹനമാണ്. പക്ഷേ ബലിരാജാവ് എന്ന് പറയുന്നത് ബലിരാജാവ് ആരുടെ ദ്വാരപാലനായിരിക്കുന്നുവോ, അപ്പോൾ ബലിരാജാവിനെ ദ്വാരപാലകനായിട്ട് വച്ചിട്ടുണ്ടല്ലോ ഭഗവാൻ. ആ ദ്വാരപാലകനായിട്ട് ആരാണോ ബലിരാജാവിൻ്റെ ബലിരാജാവ് ആരുടെ ദ്വാരപാലകനായിരിക്കുന്നുവോ അങ്ങനെയുള്ള ഭഗവാനെ പ്രാർത്ഥിച്ച് ആവാഹിക്കുന്നു. ആ മന്ത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആവാഹിച്ച് പൂജ ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അതോടൊപ്പം തന്നെ ഗോവർദ്ധന പൂജ. അപ്പോൾ ശ്രീകൃഷ്ണ പൂജയായി, ഗോവർദ്ധന പൂജയായി, പഞ്ചോപചാര പൂജയാണ് സാമാന്യ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഗോപൂജ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോവർദ്ധന പൂജയോടുകൂടി ഗോപൂജയും ചെയ്യുമ്പോഴേ അത് പൂർണ്ണമാകുള്ളൂ. അപ്പോൾ ഗോപൂജയ്ക്ക് സവത്സാഭ്യോ ഗോഭ്യോ നമഃ എന്ന മന്ത്രം ചൊല്ലി പശുക്കളെ കൊണ്ടുവന്ന് അതിൽ മാലയൊക്കെ ഇട്ട് കൊടുത്ത് ആദ്യം പശുക്കൾക്ക് പുല്ലും ഇതൊക്കെ കൊടുത്ത് അവരെ പ്രസന്നരാക്കി പൂജ ചെയ്ത് കുറി തൊട്ട് നമ്മൾ സാധാരണ പൂജ ചെയ്യുന്ന പോലെ തന്നെ പഞ്ചോപചാര പൂജ ചെയ്യുന്നു. പഴമൊക്കെ തീറ്റാൻ കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്ത് അവസാനം നമസ്കരിക്കുന്നു.
ലക്ഷ്മിറിയാ ലോകപാലാനാം ധേനുരൂപേണ സംസ്ഥിത. ഇത് ഗോക്കളെ നമസ്കരിക്കാനുള്ള മന്ത്രമാണ്, അവസാനത്തെ ആ പൂജയുടെ അവസാനം. ലക്ഷ്മീർ യാ ലോകപാലാനാം ധേനുരൂപേണ സംസ്ഥിത ഘൃതം വഹാച്ച യജ്ഞാർത്ഥേ മമ പാപം വ്യപോഹതു. ഈ ഗോക്കൾ എൻ്റെ പാപം ഇല്ലാതാക്കട്ടെ, എൻ്റെ ദോഷങ്ങൾ ഇല്ലാതാക്കട്ടെ. അപ്പോൾ ഗോസേവ, ഗോപൂജ ചെയ്യുന്നത് നമ്മുടെ പല പ്രായശ്ചിത്തങ്ങൾക്കും ആയിട്ട് കർമ്മമായിട്ട് പറയാറുണ്ട്. അതുപോലെ ജ്യോതിഷപ്രകാരവും അനേക ദോഷനിവാരണങ്ങൾക്ക് ഗോപൂജയുണ്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം ചെയ്ത് ഗോപ്രദക്ഷിണം ചെയ്യുന്നു. ഗോവിനെ 3 വട്ടം പ്രദക്ഷിണം ചെയ്ത് മുന്നിൽ നമസ്കരിച്ച് പോകുന്നു. അപ്പോൾ ഈ ഗോപൂജയോട് കൂടി കാളകളെയും പൂജിക്കുന്ന രീതിയുണ്ട്. രണ്ടിനെയും പൂജിക്കണമെന്ന് തന്നെയാണ് സ്കന്ദപുരാണത്തിൽ നേരത്തെ പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഈ പൂജാ ദിവസം അന്ന് ഗോക്കളെ പാല് കറക്കാൻ പാടില്ല. അന്നത്തെ പാല്, ധേനുവിൻ്റെ അന്നത്തെ പാല് പശുക്കുട്ടികൾക്ക് വിട്ടുകൊടുക്കണമെന്നും കാളകളെയും മറ്റും അന്നത്തെ ദിവസം അവർക്ക് റെസ്റ്റ് കൊടുക്കണമെന്നും പറയുന്നുണ്ട്. അതായത് അന്ന് കാളകളൊക്കെ നമ്മൾ ഉഴുകുന്നവരൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ അങ്ങനെ ആരും ഉഴുകുന്നവരുമില്ല, കാളകളുമില്ല. എങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അതും പാടില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അത് കാരണം അവിടെ സ്കന്ദപുരാണത്തിൽ പറഞ്ഞ വാക്യത്തിൽ തന്നെ പൂജ്യാശ്ച അവാഹദോഹനാഹ, വാഹനമായിട്ട് ഉപയോഗിക്കരുത്, ദോഹനവും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പൂജ, ഗോവർദ്ധന പൂജ പൂർണ്ണമാകുക. പിന്നെ അന്നകൂടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അന്നകൂടം എന്ന് പറയുന്നത് അതിനുശേഷം അനേകം വ്യഞ്ജനങ്ങളുണ്ടാക്കി, എത്രയൊക്കെ കറികളൊക്കെ നമ്മൾ ഓണത്തിനുണ്ടാക്കുന്നത് പോലെ തന്നെ, അതാ ഞാൻ പറഞ്ഞു, ഓണത്തിനോട് വളരെയധികം സാമ്യമുണ്ട്. ഇത് കാശിയിൽ ഈ അന്നകൂടം വളരെ പ്രസിദ്ധമാണ്. ഞാനൊരിക്കൽ ഒരു സമയത്ത് ഈ കാശിയിലെ അന്നപൂർണ ക്ഷേത്രത്തിൽ ഈ അന്നകൂടം ചടങ്ങ് കാണാൻ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് വളരെ അത്ഭുതമാണ്, നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അത്രയധികം അവിടെ വിപുലമായ രീതിയിൽ അമ്പലം മുഴുവൻ ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ്. അത് പല രീതിയിൽ അത് അലങ്കരിച്ച് അത്യത്ഭുതമായിട്ടുള്ള ഒരു കാഴ്ചയാണത്. അപ്പോൾ അങ്ങനെ ആ അന്നത്തിൻ്റെ, ആ സുഭിക്ഷമായിട്ടുള്ള അന്നത്തിൻ്റെ ഐശ്വര്യം കാണിക്കുക, അതാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഭാഗവതത്തിലും വ്രതോത്സവം, ഭാഗവതത്തിൽ അന്നകൂടമായിട്ടുള്ളത് അവിടെ ഗോവർദ്ധന പൂജയുടെ ആ സന്ദർഭത്തിൽ തന്നെ അവിടെ അന്നങ്ങളുണ്ടാക്കിക്കൊണ്ട് ഗോവർദ്ധന പൂജയ്ക്ക് വ്രജവാസികൾ പോകുന്ന കഥയാണുള്ളത്. ആ അന്നകൂടമാണ് ഇവിടെ പറയുന്നത്. ആ അന്നകൂടം ഉണ്ടാക്കി ഇന്ദ്രനെ പൂജിക്കാൻ പോകുമ്പോഴാണല്ലോ അവിടെ ഇന്ദ്രനെ പൂജിക്കണ്ട എന്ന് ഭഗവാൻ പറയുന്നതും ഇന്ദ്രപൂജ നിർത്തലാക്കുന്നതും പിന്നീട് ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കുന്നതും പിന്നെ ഇന്ദ്രൻ ദേഷ്യപ്പെട്ട് മഴ പെയ്യിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കഥകൾ. അപ്പോൾ അങ്ങനെ ആ ഇന്ദ്രൻ്റെ ക്രോധം അടക്കാനായിട്ട് പിന്നെ ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതിൽ ആ അന്ന കൂടത്തിൻ്റെ ഒരു സ്മരണയ്ക്കായിട്ടാണ് ഈ അന്നകൂട സമ്പ്രദായം ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്നത് പോലെയുള്ള ഐറ്റംസ്, പക്ഷേ ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ള പരിപാടിയാണ് അത് ചെയ്യുന്നത്. അത് അന്നപൂർണ ദേവാലയങ്ങളിൽ വളരെ പ്രസിദ്ധമാണ്. അതിലേറ്റവും കാശിയിൽ ഉള്ള അന്നപൂർണ ക്ഷേത്രമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭാരതത്തിലെന്ന് പറയാം. അവിടെ ഇത് വലിയ വിപുലമായിട്ട് നടക്കാറുണ്ട്. പിന്നെ ഈ ദിവസത്തെ മറ്റൊരു വിശേഷ ആചാരമാണ് മാർഗപാലി എന്നത്. മാർഗപാലി എന്ന് പറഞ്ഞാൽ മാർഗം രക്ഷിക്കുക എന്നാണ് അർത്ഥം. അപ്പം ഇതിന് ചെയ്യുന്നത് കുശ കൊണ്ട്, അതായത് ദർഭപ്പുല്ല് കൊണ്ടോ അല്ലെങ്കിൽ ചണം കൊണ്ടോ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഓല കൊണ്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കയർ, നമ്മുടെ തെങ്ങിൻ്റെ ചകിരി കൊണ്ടുണ്ടാക്കുന്ന കയർ, ഈ കയർ കൊണ്ട് പൂർവ്വ ദിശയിൽ, അതായത് കിഴക്ക് ഭാഗത്തായിട്ട് ഏതെങ്കിലും 2 തൂണുകൾ, 2 കമ്പുകളോ മറ്റോ കെട്ടിയിട്ട് അതിൽ 2 വശത്തായിട്ട് ഈ കയറിനെ ഇങ്ങനെ ക്രോസായിട്ട് കെട്ടുക. അല്ലെങ്കിൽ മരമുണ്ടെങ്കിൽ 2 മരത്തിൽ ചേർത്ത് കെട്ടുക. അത് കെട്ടുമ്പോൾ ഏകദേശം ഒരു 5.5 അടി 6 അടി ഉയരം ഉണ്ടാവാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ഉയരം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കെട്ടിയിട്ട് ആ കയറിൻ്റെ അടിയിൽ കൂടെ ഒരു പ്രാർത്ഥന ചെയ്ത് കടന്നു പോകുന്നതാണ് ഈ പരിപാടി.
ഈ ഒരു എന്താ പറയുക ഒരു അനുഷ്ഠാനം അല്ലെങ്കിൽ ഒരു ക്രമമെന്ന് നമുക്ക് പറയാവുന്നത്. സ്കന്ദപുരാണമാണ് ഇതിൻ്റെ പ്രമാണം. ഇത് ഇപ്പോഴും ഉത്തരേന്ത്യയിൽ പല ഗ്രാമങ്ങളിലും, ഇപ്പോൾ നഗരങ്ങളിലൊന്നും ഈ ക്രിയ കാണാൻ ഇല്ല, ആർക്കും അത് അറിയുക തന്നെ ഇല്ല. പക്ഷെ ഗ്രാമങ്ങളിലൊക്കെ അവർ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് മാർഗപാലി നമോസ്തു സർവലോക സുഖപ്രദേ വിധേയൈ പുത്രധാരാധ്യൈ പുനരേഹി വ്രതസ്യമേ എന്ന് പറഞ്ഞ് സകുടുംബം എല്ലാവരും ചേർന്ന്, അങ്ങനെ കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് അതിനോടൊപ്പം പറയുന്നത് പശുക്കളും ആടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം അതിലൂടെ കടത്തി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ അന്നകൂടം എന്ന് പറയുന്ന ഉച്ചയ്ക്കുള്ള ആ സമയത്ത് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ കയറിൻ്റെ അടിയിൽ കൂടെ പോയി ഒരു പ്രാവശ്യം ഇങ്ങനെ പ്രദക്ഷിണം മാതിരി തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് രാജാക്കന്മാരുണ്ടായിരുന്നപ്പോൾ രാജാക്കന്മാരുടെ പുത്രന്മാരും രാജാക്കന്മാരുടെ പരിവാരന്മാരും ഒക്കെ ഈ ക്രിയ ചെയ്തിരുന്നു. ഇത് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ക്രിയയായിട്ട് അന്ന് സങ്കല്പിച്ചിരുന്നു. അപ്പോൾ അത് എല്ലാ ജാതിയിലുള്ള ആൾക്കാരും അങ്ങനെ ഒരുമിച്ച് പോകുന്ന ഒരു രീതിയായിരുന്നു എന്നുള്ളതാണത് കാണുന്നത്. അതും വളരെ രസകരമായിട്ടുള്ളൊരു വിഷയമാണ്. അവിടെ രാജാക്കന്മാരും ബ്രാഹ്മണരും ശൂദ്രരും വൈശ്യരും എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരും ഈ മാർഗപാലി ചെയ്യുന്ന സമയത്ത് അതിനെ സമുല്ലംഘനം ചെയ്യുക. ആ മാർഗപാലി ഇങ്ങനെ തലയിൽ കെട്ടി അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കടന്നു പോവുക. അങ്ങനെ കടന്നു പോകുന്നത് വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമായിട്ട് എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നൊരു കാര്യമായിട്ട് കണക്കാക്കിയിരുന്നു. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാർഗപാലിയെ പ്രാപിക്കുന്നു, മാർഗം രക്ഷിക്കുന്നവൾ എന്നുള്ള രീതിയിൽ തന്നെ ലക്ഷ്മി ദേവിയെ തന്നെയാണത് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ രോഗങ്ങളില്ലാതെ സുഖമായിട്ട് ജീവിക്കും എന്ന് അവിടെ സ്കന്ദപുരാണത്തിൽ സൂചിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊരു കർമ്മം ഉണ്ട് എന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇതെല്ലാം പുരാണത്തിൽ പറയുന്ന പ്രാമാണികമായിട്ടുള്ള കർമ്മങ്ങളാണ്. ഈ ദിനങ്ങളിൽ അന്ന് ചെയ്തിരുന്നു. അതിൻ്റേതായിട്ടുള്ള ചില ആചാരങ്ങൾ അന്നുണ്ടായിരുന്നു വ്രതങ്ങളായിട്ട്. പിന്നെ ഈ ദിവസം നമുക്ക് അവസാനമായിട്ട് പറയാൻ പറ്റുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ വടംവലി സിസ്റ്റമാണ്. അപ്പോൾ അതിന് വടംവലിക്ക് വഷ്ടികാകർഷണം എന്നാണ് പുരാണം പറയുന്നത്. ഇത് ആദിത്യ പുരാണത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള സൂചനയുള്ളത്. വഷ്ടിക എന്ന് പറഞ്ഞാൽ കയറ് എന്നർത്ഥം. അപ്പോൾ അതും നേരത്തെ പറഞ്ഞതുപോലെയുള്ള കയറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വടംവലിക്കൊക്കെ നല്ല കയറ് വേണം. പക്ഷേ ഈ ഒരു ചടങ്ങായിട്ട് നടത്താനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കയറ് മതി. അത് പണ്ടാണെങ്കിൽ ഈ കുശ കൊണ്ടുണ്ടാക്കിയിരുന്ന കയറ്, അങ്ങനെയുള്ള കയറാണ് ഇത്തരം വിശിഷ്ട കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ കുശ കാശമയീം കുര്യാത് വഷ്ടികാം സുദൃഢാം നവാം, പുതിയൊരു കയറുണ്ടാക്കി ആ കയറിൻ്റെ രണ്ട് പക്ഷത്തും, ഇപ്പോൾ നമ്മൾ വടംവലിക്ക് ചെയ്യുന്നത് പോലെ അത് തന്നെയാണ്, ഈ ഒരു ക്രിയയാണ് പിന്നീട് മാറി മാറി വടംവലിയായിട്ട് മാറിയത്. അപ്പോൾ ഇന്നിപ്പോൾ വടംവലി ഓണക്കാലത്തൊക്കെയാണ് വടംവലിയുടെ ചടങ്ങുകളൊക്കെ നടക്കുന്നത്. പല സ്ഥലത്തും അത് ഉത്സവമായിട്ടും പല സ്ഥലത്തും അത് മത്സരങ്ങളായിട്ടും ഒക്കെ നടത്തുന്നുണ്ട്. നാട്ടിലൊക്കെ നമ്മൾ അനേകം വട്ടം ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് വടംവലി എവിടെ നിന്നുണ്ടായി, എന്താണിതിൻ്റെ പൂർവ്വചരിത്രമെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ അതിന് ആരും റിസർച്ച് ചെയ്യാറുമില്ല, അത് എവിടെ നിന്നാണ്, ഏതൊരു കർമ്മത്തിൽ നിന്നാണ് അത് വന്നതെന്ന്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓണക്കാലത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ ഏകദേശം ക്രിയകളും ഈ ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട പുരാണ കഥകളിൽ ഇത് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ വഷ്ടികാകർഷണം എന്ന് പറയുന്ന അതിലെന്താണ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ അത് നാട്ടിൻ്റെ സാഹോദര്യത്തിൻ്റെ ഒരു സ്വരൂപം കൂടിയായിരുന്നു. നാട്ടുകാരുടെ സാഹോദര്യ ബന്ധം, പരസ്പരമായിട്ടുള്ള ഒരു സ്നേഹബന്ധം, സൗഹൃദ ബന്ധം, പരസ്പരം ഉച്ചനീച ഭാവങ്ങളിൽ ഇല്ലാത്ത ബന്ധം, എല്ലാവർക്കും സ്വയം ഒരു അഭിമാനം, ഒരു കോൺഫിഡൻസൊക്കെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു ഉത്സവം, ഒരു ചടങ്ങായിരുന്നു അത്. വളരെ സുന്ദരമായിട്ടുള്ള, നമുക്ക് നാട്ടിലൊക്കെ എപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. അതിൽ താമേകതാം രാജപുത്രാഹ ഹീനവർണാസ്തഥാന്യതഃ ഗൃഹീത്വ ആകർഷയേയുഹുസ്താം യഥാസാരം മുഹുർമുഹു എന്ന് പറയുന്നുണ്ട്. നമ്മൾ വടംവലിക്കുന്നത് പോലെ തന്നെ ഒരു രണ്ട് ഭാഗത്തായിട്ട് രണ്ട് കൂട്ടർ നിൽക്കുന്നു. അതിലൊരു ഭാഗത്ത് രാജകുലത്തിലുള്ളവർ, അന്ന് രാജകുലത്തിലുള്ളവരാണല്ലോ ഏറ്റവും ശ്രേഷ്ഠരായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ രാജകുലത്തിലുള്ള രാജപുത്രന്മാർ, രാജകീയമായിട്ടുള്ളവർ, ഇന്നത്തെ കാലത്ത് നമുക്ക് സർക്കാരിൽ ഉള്ളവരെന്ന് തന്നെ പറയാം.
അങ്ങനെയുള്ളവർ. മറ്റൊരു ഭാഗത്ത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, അതിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും അവിടെ പ്രവേശനമുണ്ട്. അപ്പോൾ ആ രണ്ടാമത്തെ ഭാഗത്ത് ഒരു വശത്ത് പ്രബുദ്ധരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക രാജകീയർ, മറ്റൊരു വശത്ത് സാമാന്യ ജനങ്ങളും ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവർ രണ്ട് വശത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷണം ചെയ്യുന്നു, പലവട്ടം ആകർഷണം ചെയ്യുന്നു. അപ്പോൾ അത് പിന്നെ മത്സരമായിട്ട് വരുമ്പോൾ ഒരു ലൈൻ ഉണ്ടാക്കി ആ ലൈനിലേക്ക് വലിച്ചു കൊണ്ടുവരിക എന്നുള്ള അർത്ഥത്തിലേക്ക് മാറ്റും. എന്നിട്ട് അതിൽ വിജയിക്കുന്നത്, അതിൽ വിജയിക്കുക, അതിൽ ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരാണ് വിജയിക്കുക എന്നാണ് പറയുന്നത്. അവർക്ക് വിജയം വരും. അങ്ങനെ അവർ വിജയം വരികയാണെങ്കിൽ അത് രാജാവിനെ ഒരു വർഷത്തോളം ആ രാജാവിൻ്റെ ഒരു നല്ല കർമ്മമായിട്ട്, ആ രാജാവിൻ്റെ ജയമായിട്ട് അത് കണക്കാക്കും. അപ്പോൾ നോക്കാം, ഇത് രണ്ടിൻ്റെയുള്ള കോമ്പിനേഷൻ എങ്ങനെയാണ് നമ്മൾ പുരാണങ്ങൾ ഇത്രയും നല്ലൊരു സമാജത്തിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ അതിൽ ജയിക്കേണ്ടത് സാധാരണക്കാരുടെ പക്ഷമാണ്. അവർ ജയിച്ചു കഴിഞ്ഞാൽ അത് രാജാവിൻ്റെ സുഖത്തിന് കാരണമാണെന്നറിയുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ അതിൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത്. അത് അവർ ജയിക്കുമ്പോൾ അവരുടെ ഒരു കോൺഫിഡൻസ്, അവരുടെ ഒരു ആനന്ദം, അവരുടെ ആ സുഖം, അങ്ങനെ ഒരു അഭിമാനം, ഇതൊക്കെ രാജാവിൻ്റെ ആ കാര്യങ്ങൾക്ക്, വരുന്ന പ്രജകളെ പരിപാലിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് സുഖകരമായി വരും എന്നതാണ് അതിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഈ കാർത്തിക ശുക്ല പ്രതിപദത്തിൽ ഇത്രയും വിചിത്രമായിട്ടുള്ള ധാർമ്മിക അനുഷ്ഠാനങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇനി ഈ ക്രമത്തിലുള്ള അഞ്ചാമത്തെ ദിവസം, അത് ഭ്രാതൃദ്വിതീയ അല്ലെങ്കിൽ യമദ്വിതീയ. ഇപ്പോൾ കാർത്തിക ശുക്ലപക്ഷ ദ്വിതീയ, ഇവിടെ യമരാജാവിൻ്റെയും, അതായത് യമൻ്റെയും യമിയുടെയും കഥയുണ്ട്. ഈ കഥ വാസ്തവത്തിൽ ഋഗ്വേദത്തിൽ തന്നെയുള്ളതാണ്. ഋഗ്വേദത്തിലെ ദശമമണ്ഡലത്തിൽ ഈ കഥ വരുന്നുണ്ട്. അത് പിന്നെ ക്രമേണ വേദത്തിനെ സംബന്ധിച്ച് വരുന്നതൊക്കെ പിന്നീട് പുരാണങ്ങളിലേക്ക് മാറാറുണ്ടല്ലോ. അപ്പോൾ യമൻ്റെയും യമുനയുടെയും, യമിയാകുന്നത് യമുനയാണ്, യമുനയുടെയും അവർ സഹോദരന്മാരാണ്. അവരുടെ കഥ അതിൽ ഭവിഷ്യോത്തര പുരാണം, പത്മപുരാണം എന്നിവയിൽ വരുന്നതനുസരിച്ച് അന്നത്തെ ദിവസം സഹോദരന്മാർ സഹോദരിയുടെ വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോയി അന്ന് അവിടെ ഭക്ഷണങ്ങൾ കഴിക്കുന്നു, അവിടെ തന്നെ ഭക്ഷണം കഴിക്കുന്നു. അതുപോലെ തന്നെ സഹോദരിക്ക് വേണ്ട എന്തെങ്കിലും പുരസ്കാരങ്ങൾ, ഉപഹാരങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്നു, വസ്ത്രമോ മറ്റോ ഒക്കെ കഴിയുന്നത് പോലെ. അപ്പോൾ ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരവസരമാണ്. അതുപോലെ സഹോദരി സഹോദരന് ആദരവ് കൊടുക്കുന്നു, വസ്ത്രങ്ങളും മറ്റുമൊക്കെ കൊടുത്ത്, ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരങ്ങനെ അവിടെ സഹോദരന്മാരുടെ ഒരു കൂടിക്കാഴ്ച. അപ്പോൾ അതിന് ഒരു കാരണം എന്ന് പറയുമ്പോൾ വളരെ ചിലപ്പോൾ ദൂരത്തൊക്കെ ആയിരിക്കും സഹോദരിയെ വിവാഹം കഴിച്ചു കൊടുത്തത്, കുറേ കാലമായിട്ട് സഹോദരൻ കണ്ടിരിക്കില്ല, അങ്ങനെയൊക്കെയുള്ള ഭാവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ മാറി ആ ഒരു വർഷത്തിലൊരിക്കലെങ്കിലും അവിടെ പോയിട്ട് സഹോദരന്മാർ പരസ്പരം കാണുകയും അവരുടെ പൂർവ്വകാലീന ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ഭാവം. അപ്പോൾ അതിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രക്ഷാബന്ധനം എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട്. അത് ശ്രാവണ മാസത്തിലെ പൂർണിമയ്ക്കാണ് വരിക. നമ്മളെ നാട്ടിലെ രക്ഷാബന്ധനം അറിയാം. അതിപ്പോൾ സംഘമാണ് അത് കൂടുതലായിട്ട് ഇപ്പോൾ ആചരിക്കുന്നത്. സാധാരണക്കാർക്ക് അതിനെക്കുറിച്ച് അറിയില്ല അത്ര, അതിൻ്റെ ഒരു മാഹാത്മ്യത്തെക്കുറിച്ച്. അപ്പോൾ ആ രക്ഷാബന്ധനത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് പിന്നീട് അതിനെക്കുറിച്ച് വിശേഷിച്ച് പറയുന്നുണ്ട്. രക്ഷാബന്ധനത്തിൻ്റെ ശരിക്കുള്ള രൂപം, അതിൻ്റെ ശാസ്ത്രീയത, അവിടെ ഉള്ള വ്രതമൊക്കെ. അപ്പോൾ ആ രക്ഷാബന്ധന സമയത്ത് നേരെ തിരിച്ചാണ്. അതായത് സഹോദരിമാർ സഹോദരൻ്റെ വീട്ടിൽ പോയി സഹോദരൻ്റെ കയ്യിൽ ഈ രക്ഷ കെട്ടുന്ന രീതിയുണ്ട്. അപ്പോൾ നോക്കുക, ഒരു ഉത്സവം അതിപ്പോൾ കഴിഞ്ഞു പോയിട്ടേ ഉള്ളൂ, കർക്കിടക മാസത്തിൽ കഴിഞ്ഞു. അപ്പോൾ ആ കർക്കിടക മാസത്തിൽ ആ ഉത്സവം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ എന്താ പറയുക, സഹോദരൻ സഹോദരിയുടെ വീട്ടിൽ പോകുന്നു എന്നുള്ളതാണ്. അതാണ് ഭദ്രദ്വിതീയയുടെ പ്രത്യേകത. ഈ ദിവസമാണ് നമ്മുടെ ഇവിടെ
ഉത്തരഭാരതത്തിലൊക്കെ ഗംഗോത്രിയിലും യമുനോത്രിയിലും അതുപോലെ കേദാരത്തും ബദരിയിലുമൊക്കെ അമ്പലങ്ങൾ അടയ്ക്കുന്നത്. അത് പ്രത്യേകിച്ച് ബദരിയുടെ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ കേദാരത്ത് ഏകദേശം ഈ ദിവസം താണ് അവരുടെ ഒരു മുഹൂർത്തവും സമയമൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഈ ചതുർധാമങ്ങളുടെ അമ്പലങ്ങൾ അടയ്ക്കുന്നത്, തണുപ്പ് കാലത്തേക്ക് അടയ്ക്കുന്നത് ഈ ഭയ്യാദൂജ് എന്ന് പറയുന്ന ഭാദദ്വിതീയയ്ക്കാണ്. അതിൻ്റെ വളരെ വിശേഷമായിട്ടുള്ളതുണ്ട്. അന്ന് ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള രീതിയിൽ തന്നെ രാവിലെ സ്നാനാദികളൊക്കെ കഴിഞ്ഞ് വളരെ ഭാവത്തോടു കൂടി ആദ്യം യമരാജപൂജനമാണ്, യമപ്രീതിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മമ യമരാജപ്രീതയെ യമപൂജനം എന്ന് സങ്കല്പം ചെയ്ത് സകലാർത്ഥ സിദ്ധ്യർത്ഥേ ഭ്രാതുരായുഷ്യവൃദ്ധയെ മമ സൗഭാഗ്യവൃദ്ധയെ ച ഭ്രാതൃപൂജനം ച കരിഷ്യേ. അപ്പോൾ യമനും യമുനയുമായിട്ടുള്ള ബന്ധമാണ് അവിടെ സൂചനയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യമരാജാവിൻ്റെ പൂജിക്കുകയും അതുപോലെ തന്നെ അതിന് ഫലമായിട്ട് അതിൻ്റെ ഒരു നേരിട്ടുള്ള ഫലം എന്ന രീതിയിൽ സഹോദരൻ്റെ ആയുസ് ആരോഗ്യമൊക്കെ വരുന്ന രീതിയിലുള്ള പ്രാർത്ഥനയുമുണ്ട്. അപ്പോൾ യമരാജ പൂജനയിൽ ധർമ്മരാജ നമസ്തുഭ്യം നമസ്തേ യമുനാഗ്രജ മാം പാഹി കിങ്കരൈ സാർദ്ധം സൂര്യപുത്ര നമസ്തുതേ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ സങ്കല്പം ചെയ്ത് ഗണേശ പൂജ ചെയ്ത് പഞ്ചോപചാര പൂജകളോടുകൂടി യമരാജാവിനെ പൂജിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ യമപൂജ ചെയ്യാനായിട്ടും ഒരു വേദി പോലെ ഒരു സ്ഥാനമുണ്ടാക്കി അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ അരികൊണ്ട് ഒരു അരികൊണ്ട് തന്നെ അല്ലെങ്കിൽ അരിപ്പൊടി കൊണ്ട് ഒരു രൂപമുണ്ടാക്കി അവിടെ വച്ച് നമ്മളൊരു ചെറിയ ഒരു ഉരുള പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ആകാരം ഉണ്ടാക്കി അങ്ങനെ വയ്ക്കുന്നു. ഒരു ഭാവത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു രൂപമുണ്ട് എന്നുള്ള സങ്കല്പിച്ച് എന്നിട്ട് ദക്ഷിണ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നാണ് ഇത് ചെയ്യുക. അതായത് കിഴക്കോട്ടല്ല, മറിച്ച് തെക്കോട്ട് തിരിഞ്ഞാണ് ഈ യമരാജപൂജ ചെയ്യുന്നത്. അങ്ങനെ യമരാജ പൂജ ചെയ്ത് ശേഷം പിന്നെ യമുനയുടെ ഭാവത്തിൽ യമുനയുടെ പൂജയും ചെയ്യുന്നു. യമസ്വസൃർനമസ്തേയസ്തു യമസ്വസൃർനമസ്തേയസ്തു യമുനേ ലോകപൂജിതേ വരദാഭവമേ നിത്യം സൂര്യപുത്രീ നമസ്തുതേ എന്ന് യമുനയ്ക്കും അവിടെ സങ്കല്പിച്ച് പുഷ്പാദികൾ വച്ച് പൂജ ചെയ്ത് പ്രണമിക്കുന്നു. അങ്ങനെ അതോടൊപ്പം തന്നെ ചിത്രഗുപ്തനും പൂജയുണ്ട്. അതാ ഈ യമരാജൻ്റെ പൂജൻ്റെ കൂടെ ചിത്രഗുപ്തൻ, അതൊരു വളരെ വിചിത്രമാണ്. ഈ ചിത്രഗുപ്തൻ്റെ ആണല്ലോ ഈ നമ്മുടെ പാപങ്ങളുടെയും ഒക്കെ കണക്ക് വയ്ക്കുന്ന ആൾ. അപ്പോൾ നമ്മുടെ ദേവന്മാരുടെ കൂട്ടത്തിൽ കണക്കപ്പിള്ളയായിട്ട് കണക്കാക്കുന്നത്, കണക്കെഴുതുന്ന ആൾ, മുൻഷി എന്നൊക്കെ നമ്മൾ പറയുന്ന കണക്കെഴുതുന്ന ആൾ ആയിട്ടുള്ളത് ആരാണ്? ഈ ചിത്രഗുപ്തനാണ്. അപ്പോൾ ചിത്രഗുപ്തനെയും അവിടെ പൂജിക്കുന്നുണ്ട്. ചിത്രഗുപ്തനെ പൂജിക്കുന്ന മന്ത്രവുമുണ്ട്. മസി ഭാജന സംയുക്തം ധ്യായേത്തം ച മഹാബലം ലേഖനീ പട്ടികാഹസ്തം ചിത്രഗുപ്തം നമാമ്യഹം. അപ്പോൾ ഇതിനൊക്കെ ധ്യാന ശ്ലോകങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിത്രഗുപ്തൻ്റെ ധ്യാനം എങ്ങനെയാണ്? ഒരു പുസ്തകം, കണക്കെഴുത്ത് പുസ്തകം കയ്യിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മസി ഒക്കെ ഉള്ള ഒരു പേനയുണ്ട് എന്നർത്ഥം. പേനയും പുസ്തകമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഭാവത്തിൽ ചിത്രഗുപ്തനെയും നമിച്ചുകൊണ്ട് ചിത്രഗുപ്തനും അർഘ്യാദിദാനങ്ങൾ ചെയ്യുന്നു. അങ്ങനെ അവിടെ പൂജ ചെയ്ത് നമസ്കരിക്കുന്നു. അതാണ് അവിടെ ഉള്ളത്. അതോടുകൂടി ശ്രീരാമ പൂജയും ഗണപതി പൂജയും ശാരദാ പൂജയും അതുപോലെ ഇഷ്ടദേവതാ പൂജയും നമ്മുടെ കുലദേവതാ പൂജയും ഒക്കെ അവിടെ അതിൻ്റെ കൂടെ തന്നെ ചെയ്യാവുന്നതാണ് എന്നും പുരാണങ്ങളിൽ പറഞ്ഞു കാണുന്നു. അപ്പോൾ അങ്ങനെ ഈ ഭയ്യാദൂജ് അല്ലെങ്കിൽ ഭ്രാതൃദ്വിതീയ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബപരമായിട്ട് നോക്കുമ്പോഴും സാമൂഹികമായിട്ട് നോക്കുമ്പോഴും വളരെ പ്രാക്ടിക്കലായിട്ടുള്ള വ്യാവഹാരിക തലത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഒരു അനുഷ്ഠാനം, ഒരു വ്രതമായിട്ട് അത് കണക്കാക്കാം. അപ്പോൾ കഴിയുമെങ്കിൽ ഈ ദിവസങ്ങളിൽ അവിടെ പോവുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഒരു ദിവസം സഹോദരിയെ പോയി കാണുക, സഹോദരിയെ വീട്ടിൽ
ഒരു ഉച്ച ഊണ് കഴിക്കുക, കുശല പ്രശ്നങ്ങൾ പറയുക എന്നൊക്കെ ഉള്ളത് വളരെ ജീവിതത്തിലൊരു നല്ല ഒരു കാര്യമാണ്. ആ ഭ്രാതൃബന്ധം നിലനിർത്താനായിട്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് എന്നുകൂടി ഇവിടെ സൂചനയുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ 5 ദിവസങ്ങളുടെ അനുഷ്ഠാനമാണ് നമുക്ക് ദീപാവലി സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു ചുരുക്കം രൂപം, അത് വിസ്തരിച്ചിട്ടുള്ള പൂജാവിധികളുടെ ഒരു ചുരുക്കം രൂപമാണ് പറഞ്ഞത്. ബാക്കി പൂജാവിധികളൊക്കെ സാമാന്യ രീതിയിൽ പൂജ അറിയുന്നവർക്കറിയാം. അറിയാത്തവരുണ്ടെങ്കിൽ അത് അറിയുന്നവരോട് ചോദിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതിൽ വലിയ കർമ്മകാണ്ഡങ്ങളോ താന്ത്രിക വിധികളോ ഒന്നുമില്ല. ഇത് പൗരാണികമായിട്ടുള്ള അനുഷ്ഠാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം സാധാരണമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചത്. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.